എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യം നെഹ്റു മുതൽ മോദി വരെ എന്ന വിഷയത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്നത്. ജനാധിപത്യ വഴിയിലൂടെ നാം സഞ്ചരിച്ചു തുടങ്ങിയിട്ട് 75 വർഷത്തിലേറെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. 18ലേറെ പൊതു തെരഞ്ഞെടുപ്പുകൾ നടന്നിരിക്കുന്നു. പക്ഷേ അതാണോ ജനാധിപത്യം എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അത് കേവലം ജനാധിപത്യത്തിൻ്റെ നടപടിക്രമങ്ങൾ മാത്രമാണ്. എന്നാൽ ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെയാണ് സഞ്ചരിച്ചതെന്നും എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. പാർശ്വവൽകൃത ജനവിഭാഗങ്ങളോട് എങ്ങനെയാണ് ഒരു സമൂഹം എന്ന നിലയിൽ ജനാധിപത്യ ഇന്ത്യ പെരുമാറിയിട്ടുള്ളത് എന്ന ചർച്ച കൂടുതൽ പ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വർഗീയത വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്കറിയാം, മീരാനന്ദ വിശേഷിപ്പിക്കുന്നത് പോലെ ഒരു സ്റ്റേറ്റ് ടെമ്പിൾ കോർപ്പറേറ്റ് കോംപ്ലക്സിനുള്ളിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മതേതര ഇന്ത്യ എന്ന് നാം വിശേഷിപ്പിച്ച, എത്രത്തോളം മതേതരമായിരുന്നു എന്നത് സംശയകരമാണെന്നിരിക്കലും, മതേതര ഇന്ത്യ എന്ന് നാം വിശേഷിപ്പിച്ച ഒരു ഇന്ത്യ മതേതരാനന്തര ഇന്ത്യയിലേക്കും സത്യാനന്തര ഇന്ത്യയിലേക്കും ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് എന്ന പേരിൽ പ്രതിലോമ ആധുനികതകൾ കുത്തി നിറയ്ക്കുന്ന ഒരു ഇന്ത്യയിലേക്കുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ബദൽ ശാസ്ത്ര പ്രസ്ഥാനങ്ങൾ വലിയ തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ജനാധിപത്യം മുന്നേറുന്നത് എന്ന കാര്യത്തിൽ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. സംസ്കാരം തുടർച്ചയായി മൂല്യങ്ങളെ സൃഷ്ടിച്ചും ഉൾക്കൊണ്ടും കൊണ്ട് നീങ്ങുന്ന ഒരു വാഹനമാണെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലെ ചാലകശക്തി എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതിനെ ചലിപ്പിക്കുന്ന ഇന്ധനം എന്താണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതിന് ആനന്ദ് നൽകുന്ന ഉത്തരം അനീതിയാണ് അതിനെ ചലിപ്പിക്കുന്ന, നിലവിൽ അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം എന്നാണ്. കാരണം നീതി നിഷേധിക്കപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടിയുള്ള ദാഹമാണ് യഥാർത്ഥത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്നത് മനുഷ്യ അന്തസ്സ് എന്നതാണ് എന്ന് വിശ്വസിക്കാനാണ് നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടമെന്ന് ഞാൻ കരുതുന്നു. ആ മനുഷ്യാന്തസ്സ് ഉയർത്തിപ്പിടിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഓരോരുത്തരായി അതിനെ പൂരിപ്പിക്കുമെന്നും വിചാരിക്കുന്നു. 2 തവണയായി മൈക്ക് പാസ് ചെയ്ത് വരാം എന്നാണ് വിചാരിക്കുന്നത്. ആദ്യത്തെ തവണ നമുക്ക് സന്തോഷ് സാറിൽ നിന്ന് തന്നെ ആരംഭിക്കാം. സാറ് സംസാരിക്കുന്നത് ജനാധിപത്യം ആരംഭിച്ചത് മുതലുള്ള ചരിത്രം ഒരു അംബേദ്കറിയൻ വായനയിലൂടെ അദ്ദേഹം ആരംഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം ഒരു ജനാധിപത്യം തന്നെയാണോ? ഇവിടെയുള്ളവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോ എന്നുള്ള ചോദ്യങ്ങൾ മുതൽ ഉന്നയിച്ചു പോരുന്ന അംബേദ്കറുടെ ചോദ്യങ്ങളെ കൃത്യമായി അംബേദ്കർ വിഭാവനം ചെയ്ത ഇന്ത്യ എന്തായിരുന്നു, അംബേദ്കറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ സങ്കല്പം എന്തായിരുന്നു, അത് എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് സന്തോഷ് സാർ ആരംഭിക്കും. നന്ദി ജയശ്രീ. എല്ലാവർക്കും ജയ് ഭീം. ഈ സെഷൻ്റെ മോഡറേറ്ററായിട്ടുള്ള ജയശ്രീ, ഡോക്ടർ മാളവിക ബിന്നി, ദീദി ദാമോദരൻ, എന്നോട് ഈ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഹ്റു മുതൽ മോദി വരെയുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് സംസാരിക്കണമെന്നാണ് വിളിച്ചപ്പോൾ എൻ്റെ സംഘാടകരായിട്ടുള്ള ബാബുരാജ് മാഷ് പറഞ്ഞത്. ഈ പൊതുവേ നമ്മൾ ജനാധിപത്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഈ പാർലമെൻ്ററി ജനാധിപത്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. അത് ഇന്ത്യയിലാണെങ്കിലും
ലോകത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യത്തെ വ്യവസ്ഥ നിലനിൽക്കുന്ന ഇംഗ്ലണ്ടിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും മറ്റ് ഏത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലാണെങ്കിൽ തന്നെയും ജനാധിപത്യത്തെ മനസ്സിലാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ രൂപീകൃതിച്ചിട്ടുള്ള ഈ ഭരണക്രമവുമായി ബന്ധപ്പെട്ടിട്ടാണ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. നമ്മുടെ ഭരണരൂപങ്ങൾ എന്താണ്, ഈ പറഞ്ഞ പോലെ ഭരിക്കുന്നവർ, അവർ നടത്തുന്ന വികസന പദ്ധതികൾ, പോളിസികൾ, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മൾ ജനാധിപത്യമായിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം. ജനാധിപത്യം യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ, നമ്മുടെ ജയശ്രീ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്ന, വ്യക്തിയിൽ നിന്നും പൗരാവകാശത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന, മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും നിർണായകമായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യന് സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ കഴിയുന്ന ഒരു 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 ക്രമമാണ്, ഒരു സാമൂഹിക ക്രമമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ഈ ജനാധിപത്യത്തെ ഈ ജനാധിപത്യ വ്യവസ്ഥയെ രൂപീകരിക്കാനായിട്ടുള്ള ഒരു ഭരണക്രമം എന്നുള്ള നിലയിലാണ് നമ്മൾ പാർലമെൻ്ററി ജനാധിപത്യം ലോകത്ത് തന്നെ മാറുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താ വെച്ചാൽ, ഈ പാർലമെൻ്ററി ജനാധിപത്യത്തെ നമ്മൾ ജനാധിപത്യമായി മനസ്സിലാക്കുകയും യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യപരമായി മാറേണ്ടുന്ന ഘടകങ്ങൾ എന്തെന്നുള്ളത് നമ്മൾ കൈയൊഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ നീതി പോലെ ഒരു സങ്കല്പന, ഒരു ഐഡിയൽ സങ്കല്പനമാണ്. അത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. നിരന്തരം പരിഷ്കരിക്കപ്പെട്ടുകൊണ്ട് നിരന്തരം പരിഷ്കരിക്കപ്പെടുകയും ചർച്ചകളിലൂടെ പരിഷ്കരിക്കപ്പെട്ടു ഉയർന്നു വരുന്ന ഒരു ഐഡിയൽ പൊസിഷൻ. ഇപ്പം നമ്മളോട് ചോദിക്കുക ജസ്റ്റിസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മളോട് ആരെങ്കിലും ചോദിക്കും എന്താ ജസ്റ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1000 ഉത്തരം പറയാൻ പറ്റും. സ്വത്തിൻ്റെ വിതരണമോ, സമ്പത്തിൻ്റെ വിതരണമോ, വിഭവങ്ങളുടെ വിതരണമോ, അല്ലെങ്കിൽ പ്രാതിനിധ്യം, ഏതാണ് ജസ്റ്റിസ്? അല്ലെ ചൂഷണമില്ലാത്തൊരവസ്ഥയാണോ ജസ്റ്റിസ്? ഈ ഡെമോക്രസിയെക്കുറിച്ച് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ ഒരു ഘടകത്തിലേക്ക് നമ്മൾ, എന്താണ് ജനാധിപത്യം എന്ന് പറയുന്ന വളരെ മൗലികമായൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നാൽ ഈ ഒരു കാര്യത്തിലേക്ക് വരും. ഞാനിത് പ്രാഥമികമായി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനാധിപത്യപരമായി ഈ മൗലിക ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ, ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഈ മൗലിക ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നില്ല എങ്കിൽ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഈ പറയുന്ന ഹിന്ദുത്വ ഫാസിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പുരുഷാധിപത്യ മേൽക്കോൽമയായിക്കോട്ടെ, ഈ വർണ്ണപറി ആയിക്കോട്ടെ, ജാതീയത ആയിക്കോട്ടെ, ഇതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ ജനാധിപത്യ പ്രതിസന്ധി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ പ്രതിസന്ധി അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ക്രൈസിസ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പാർലമെൻ്ററി ഡെമോക്രസിക്കകത്ത് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട്, ഈ സമൂഹം അതിൻ്റെ ഘടനയിലും സ്വഭാവത്തിലും ജനാധിപത്യപരമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് റിഡിൽസ് ഇൻ ഹിന്ദുയിസത്തിനകത്ത് അംബേദ്കർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ പല രീതിയിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യത്തിൻ്റെ ക്രൈസിസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളും വൈജാത്യങ്ങളും വിഭിന്നതകളുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ വൈരുദ്ധ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം. അല്ല, അത് കുറച്ചുകൂടി കുറച്ചുകൂടി തീവ്രമായ അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്ട്രീം പൊസിഷനുള്ളൊരു സർക്കാർ വന്നപ്പോൾ കുറച്ചധികം അത് കൂടുതൽ റിഫ്ലക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇപ്പം നമ്മളൊരു ജനാധിപത്യ സമൂഹമായിട്ട് പൊതുവെ ക്ലാസിക്കൽ നിർവചനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം ഉണ്ടാവുക, വളരെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കുക, തുടർച്ചയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ നടക്കുക, സ്വതന്ത്രമായിട്ടുള്ള മാധ്യമങ്ങൾ ഉണ്ടാവുക, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവുക, പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവുക. ഇന്ത്യയിലെ ഏത് പൗരനും ഇന്ത്യയിൽ എവിടെ പോയി അവർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനും സ്വത്ത് കൈയടക്കാനും ഏത് പൗരനുമൊത്ത് ബന്ധങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുമായിട്ടുള്ള അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനുമായിട്ടുള്ള ഒന്നാണ് ജനാധിപത്യം. ഇതൊക്കെ നിലനിൽക്കുന്നൊരു സമൂഹത്തെയാണ് നമ്മൾ പൊതുവെ ജനാധിപത്യ സമൂഹം എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്ലാസിക്കൽ ജനാധിപത്യത്തിൻ്റെ നിർവചനം വെച്ചൊന്ന് നോക്കുകയും
ഇന്ത്യയിൽ നമുക്ക് ഇന്ന് പറയാൻ പറ്റുമോ വളരെ സ്വതന്ത്രമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ സ്വതന്ത്രമായ ഒരു മാധ്യമപ്രവർത്തനം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മീഡിയ മുഴുവൻ, ഏതാണ്ട് മീഡിയയുടെ 80% ഈ മോഡി ഉൾപ്പെടുന്ന കോർപ്പറേറ്റ് സംഘങ്ങൾ കൈയടക്കി വെച്ചിരുന്നു. ഇവരുടെ ഒരു നെക്സസ് ആണ് ഇപ്പം ഈ സിനിമയിലെ കാര്യമൊക്കെ പറയുന്ന പോലെ നായകൻ, സംവിധായകൻ, പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടുകക്ഷി കച്ചവടം പോലെ മാധ്യമങ്ങൾ, പിന്നെ ബ്യൂറോക്രസിയുടെ ആളുകൾ, ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന സംവിധാനമായിട്ട് അത് മാറി. ഇന്ത്യയിലെ പൗരൻ ഇന്ന് എവിടെ സ്വതന്ത്രമായി പോയി ജീവിക്കാനോ അവന് ബന്ധം ഉണ്ടാക്കാനോ പറ്റില്ല. അവൻ ബീഫിൻ്റെ പേരിലും അമ്പലത്തിൽ കയറിയതിൻ്റെ പേരിലും, രാജസ്ഥാനിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് ഒരു കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ ബോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചെന്ന് പറഞ്ഞിട്ട് മാറുന്നത്. സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ആന്തരിക വൈരുദ്ധ്യം ഇന്ത്യ അഭിമുഖീകരിക്കും. ഞാൻ പറയുന്നത് ഈ ക്ലാസിക്കൽ നിർവചനം വെച്ച് തന്നെ നമ്മൾ ഈ ജനാധിപത്യത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം വളരെ വലിയൊരു പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾക്ക് വേണ്ടുന്ന ഒരു ചോദ്യം, നമ്മൾ ഈ പറയുന്ന ഫാസിസത്തിനെതിരായി നിൽക്കുന്ന ആളുകൾ, വളരെ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന മനുഷ്യർ എന്ന് പറയുന്ന നമുക്ക് തോന്നേണ്ടുന്ന ഏറ്റവും മൗലികമായ ചോദ്യം, ഇത് ജനാധിപത്യത്തിൻ്റെ പ്രശ്നമാണോ ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്രശ്നമാണോ? ഈ നമ്മളൊരു ഈ വളരെ എക്സ്ട്രീം ലെഫ്റ്റ് നരേഷനൊക്കെ ഉണ്ട്, ഈ ഭരണകൂടം എന്നൊക്കെ പറയുന്നത്. ഈ ഭരണകൂടം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ലല്ലോ. നമ്മൾ തന്നെ ഭരണകൂടം. ഭരണകൂടം എന്തുകൊണ്ടാണ് അടിച്ചമർത്തുന്നത് പറഞ്ഞാൽ നമ്മൾ അവരനെ അടിച്ചമർത്തുന്നതുകൊണ്ടാണ്. നമ്മൾ ജാതി ഉൾപ്പെടെയുള്ള, വർണ്ണം ഉൾപ്പെടെയുള്ള പലതും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് സ്റ്റേറ്റും അത് പ്രാക്ടീസ്. കാരണം ഈ സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദനം തന്നെയാണ് സ്റ്റേറ്റായിട്ട് ഫോം ചെയ്യുന്നത്. വളരെ വളരെ ക്ലിയർ. ഞാനത് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ സമയത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് പിന്നെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു നിലയിൽ നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്കിത് എന്താണ് ഇന്ത്യക്കകത്ത് നടക്കുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം, എൻ്റെ ഒരു സമയത്തിൻ്റെ പരിമിതി. യഥാർത്ഥത്തിൽ ഇന്ത്യ ഈ ജനാധിപത്യം ഒരു രാജ്യമാകാനുള്ള യാതൊരു തരത്തിലുള്ള സാഹചര്യമുള്ളൊരു സ്ഥലമല്ല ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ രാമേന്ദ്ര ഗുഹ അദ്ദേഹത്തിൻ്റെ ഡെമോക്രസി ആൻഡ് ഡിസൻസ് എന്ന് പറയുന്ന ബുക്കിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു അത്ഭുത ജനാധിപത്യം, ഒട്ടും സാധ്യമല്ലാത്ത ഒരു അത്ഭുത ജനാധിപത്യമാണ്. ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമ്മളിൽ ഏകീകൃതമായ ഒന്നും തന്നെ ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നില്ല. ഒരേ ഭാഷയല്ല എന്ന് മാത്രമല്ല, ഭാഷകളുടെ അന്തരം നിൽക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഭാഷയുടെ പേരിൽ കലാപങ്ങളും കൂട്ടക്കലുകളും നടന്ന സ്ഥലം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് വേണമെങ്കിൽ ഇന്ത്യ നമുക്കൊരു 5-6 രാജ്യമായിട്ട് ഏറ്റവും ഈസിയായിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും. ഞാൻ മുറിക്കണം എന്നുള്ള സെൻസിലല്ല പറയുന്നത്, മുറിക്കാൻ പറ്റും. കാര്യം ഇതിനകത്ത് ഏകീകൃതമായൊരു ഘടകം നിലനിൽക്കുന്നില്ല. ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ ആചാരത്തിലോ വിശ്വാസത്തിലോ നിലനിൽക്കുന്നില്ല. ഇന്ത്യൻ ഡെമോക്രസി ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുണ്ടോ എന്നുള്ളതല്ല, വൈരുദ്ധ്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റിലെ മനുഷ്യരോട് നമ്മളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. നമ്മൾ കാശ്മീരിലെ മനുഷ്യരോട് നോർത്തും സൗത്തും വരുന്ന സമയത്ത് നമ്മൾ നോർത്തും സൗത്തോട്ട് ഡിവൈഡ് ചെയ്യും, ദ്രവിഡിയൻസ് ഒക്കെ പറഞ്ഞു. കാവേരി വിഷയം വരുമ്പോൾ തമിഴനും കർണാടകക്കാരനായിട്ട് വിഘടിക്കും. മുല്ലപ്പെരിയാർ വരുമ്പോൾ നമ്മൾ തമിഴനും മലയാളിയായിട്ട് വിഘടിക്കും. പക്ഷെ നമ്മൾ പറയും ഏകാദത്തിൽ ജ്ഞാനത്വം എന്നൊക്കെ പറയുന്ന വളരെ കാപട്യത്തിനകത്ത് നമ്മളിത് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യും. അപ്പം ഈ ഒരു ജനാധിപത്യ രാഷ്ട്രമായി മാറാനുള്ള യാതൊന്നും തന്നെ ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നില്ല. വേറൊരു ഏറ്റവും വലിയ വിചിത്രമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ ചുറ്റിലുള്ള ഒരു രാജ്യത്തും ജനാധിപത്യം നിൽക്കുന്നില്ല. ഇന്ത്യക്ക് വടക്കുള്ള ചൈനയിൽ ജനാധിപത്യം എന്ന് നിങ്ങൾക്കറിയാം എന്താ അവിടെ നടക്കുന്നതെന്നുള്ളത്. അവർ ജനാധിപത്യം എന്നൊക്കെ പറയുന്നെങ്കിലും ജനാധിപത്യം അവിടെ നിലനിൽക്കുന്നില്ല. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യക്ക് ചുറ്റിനും ജനാധിപത്യ രാഷ്ട്രങ്ങളൊന്നും തന്നെ അതിൻ്റെ അന്തസത്തയിൽ നിലനിൽക്കുന്നില്ല. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു ജനാധിപത്യ ബന്ധം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, രാജ്യങ്ങൾ നിലനിൽക്കുന്നില്ല. മാത്രമല്ല ഇന്ത്യക്കകത്ത് ഈ പറയുന്ന
ഒരു ജനാധിപത്യത്തെ ഫോം ചെയ്യാനായിട്ടുള്ളൊരു ഘടകങ്ങൾ നിലനിൽക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ ആഭ്യന്തര സംഘർഷങ്ങളിൽ പെടാതെ ഇങ്ങനെ നിലനിൽക്കുന്നത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ പറയും, എൻ്റെ ഉത്തരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക്, സ്ത്രീകൾക്ക്, ആദിവാസികൾക്ക്, ദലിതർക്ക്, നോർത്ത് ഈസ്റ്റിലുള്ള മനുഷ്യർക്ക്, കാശ്മീരികൾക്ക്, ഇന്ത്യയിലെ ഓരോ വ്യത്യസ്ത വിഭാഗങ്ങൾക്കും അവരുടെ വ്യത്യസ്ത അവകാശങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്കകത്ത് പ്രവർത്തനക്ഷമമാകുന്നു. അല്ലെങ്കിൽ അത് തത്വത്തിൽ മാത്രമല്ല, അതൊരു ഫിലോസഫി ആയിട്ടോ ഒരു തത്വമായിട്ടോ അല്ല, പ്രയോഗത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഇന്ത്യയുടെ ഒരു ആന്തരികമായിട്ടുള്ള അതിൻ്റെ സത്തയെ പിടിച്ചെടുക്കുന്ന ഒന്നായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ആഭ്യന്തര സംഘർഷങ്ങളിൽ ഏർപ്പെടാതെ ഒരു ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ നിലനിൽക്കുന്നത്. അതിൻ്റെ ഒട്ടനവധി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത് ഒരു നിയമത്തിൻ്റെ ചട്ടക്കൂടായിട്ടല്ല, മറിച്ച് ഈ കൊളോണിയൽ വിരുദ്ധമായിട്ടുള്ള പോരാട്ടങ്ങളിൽ നിന്ന് ആർജിച്ചിട്ടുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കവും ഇന്ത്യയിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ നിന്നും കൂടിയാണ് ഇതിൻ്റെ ഈ അന്തസത്ത ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. അത് വളരെ സമഗ്രമാണ്. അത് ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യുകയും അവരുടെ വൈകാരികമായും രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ സ്വത്വത്തെ ഉൾക്കൊള്ളുന്നതും കൂടിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ രൂപപ്പെട്ടു വന്ന, ഞാൻ സമയമായതുകൊണ്ട് നിർത്തുകയാണ്, എങ്ങനെയാണത് രൂപപ്പെട്ടു വന്നതെന്നുള്ളത് എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു നെക്സ്റ്റ് ഘടകത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. കൺക്ലൂഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ നേരിടുന്ന നമ്മുടെ ഈ പ്രതിസന്ധിയെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ നമ്മൾ പാർലമെൻ്ററി ജനാധിപത്യം ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. മോഡി എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, നെഹ്റു എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ സൊസൈറ്റിക്കകത്ത് ജനാധിപത്യം ഉണ്ടോ? കാര്യം ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമായി മാറുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെയല്ല, ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയിലൂടെയാണ്. ഒരു കൊളോണിയൽ വിരുദ്ധ മൂവ്മെൻ്റാണ് ഇന്ത്യയിൽ ശരിക്കും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മൂവ്മെൻ്റാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വേർതിരിച്ച് കാണേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു സമയം കിട്ടുവാണെങ്കിൽ അത് അടുത്തൊരു ഘട്ടത്തിൽ നെക്സ്റ്റ് ഇതിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സന്തോഷ് സർ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം പ്രധാനമായും ജനാധിപത്യം എന്നത് ആയിത്തീർന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയല്ല, മറിച്ച് എത്തിച്ചേരേണ്ടുന്ന, നിരന്തരം പുതുക്കപ്പെടേണ്ട ഒന്നാണ് എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വെറും പൊള്ളത്തരം മാത്രമായി ഇന്ത്യയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ ജനാധിപത്യം ഇന്ന് ഇന്ത്യയിൽ ആഭ്യന്തര സംഘർഷങ്ങളില്ലാതെ ഒരു ഇന്ത്യ മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിൽ ഭരണഘടന അതിൻ്റെ പ്രയോഗ രൂപത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തീർച്ചയായും ഹിന്ദുത്വയുടേതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതും. ഹിന്ദുത്വ ഒരുപക്ഷെ 1915 ഹിന്ദു മഹാസഭ രൂപീകരിച്ചും 1925 രാഷ്ട്രീയ സ്വയം സേവക് സംഘ് രൂപീകരിച്ചും പിന്നീട് അതിൻ്റെ പ്രചാരണോപാധിയായി ഗീതാ പ്രസ് വരുന്നതുമൊക്കെ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അന്തമാനിൽ നിന്ന് വന്ന് സവർക്കർ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതുമൊക്കെ നമ്മൾ വിശദമായി പറയാറുള്ളതാണ്. പക്ഷേ പിന്നീട് ഒരു ജനാധിപത്യത്തിൻ്റെതായ ഒരു ലാഞ്ചന അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കറിയാം 42ാം ഭേദഗതി പോലെയുള്ളവയിൽ സെക്കുലർ എന്നുള്ള പദമൊക്കെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും 90കളിലേക്ക് എത്തുമ്പോൾ തന്നെ, അത് മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴല്ല, അതിന് തൊട്ട് മുൻപ് തന്നെ വളരെ രൂക്ഷമായ രീതിയിൽ ഒരു ഹിന്ദുത്വ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിനെ പറ്റി നമുക്ക് സൂചിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ മീരാനന്ദ 90കളിൽ നടക്കുന്ന 3 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് ബാബറി മസ്ജിദ് സംഭവം, രണ്ടാമത്തെ സംഭവമായി പറയുന്നത് പൊക്രാനിലെ ആണവ സ്ഫോടനം. അത് സ്മൈലിംഗ് ബുദ്ധ എന്നതൊരു ഹിന്ദുത്വ പ്രോജക്റ്റായി തന്നെ ഉയർത്തി കാണിക്കാനുള്ള ഒരു ശ്രമം. പിന്നീട് ഉണ്ടാവുന്നത് DRDOയുടെ മിസൈലുകൾക്കും അങ്ങനെയുള്ളതിനെല്ലാം ഹിന്ദുത്വ പേരുകൾ കൊടുത്തുകൊണ്ട്, അർജുനയും ദ്രോണയും ഒക്കെ കൊടുത്തുകൊണ്ട്, ബ്രഹ്മോസും ഒക്കെ കൊടുത്തുകൊണ്ട്, ബ്രഹ്മ
ഇങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരുതരം ഹിന്ദുത്വ പ്രൊജക്റ്റ്, അതിൻ്റെ ഒരു മൂർത്ത രൂപം എന്ന നിലയ്ക്ക് ഇന്നിപ്പോൾ ഒരു യുദ്ധമുഖത്തിൽ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഹിന്ദുത്വം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റി നമ്മളോട് ഡോക്ടർ മാളവിക ബിന്നി സംസാരിക്കും. ജയ് ഭീം. സദസ്സിലും വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്ത ഇതിൻ്റെ ഓർഗനൈസേഴ്സിനെ ഞാൻ പ്രത്യേകം കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. അതിനോടൊപ്പം അത് സംസാരിക്കാൻ എന്നെ ഇതിന് ക്ഷണിച്ചതിന് ഞാൻ താങ്ക്സ് പറയാണ്. കാരണം വാട്ട് ഓൾസോ ഹാപ്പൻസ് വെൻ യു ആർ എ ദളിത് ആക്ടിവിസ്റ്റ് ഓർ എ ദളിത് അക്കാഡമീഷ്യൻ ഇസ്, നിങ്ങളെ ദളിത് വിഷയങ്ങൾക്ക് മാത്രമേ പിന്നെ ക്ഷണിക്കത്തുള്ളൂ. എന്തെങ്കിലും എവിടെയെങ്കിലും കറുപ്പിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ ദളിത് പേട്രിയാർക്കി ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയാൻ, അല്ലെങ്കിൽ വേടൻ്റെ വിഷയം വരുമ്പോൾ ഇതിന് മാത്രം നമ്മളെ സൈലോ ചെയ്യുന്ന ഒരു ഏർപ്പാടിൽ നിന്ന് എല്ലാ ടോപ്പിക്സും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ദളിത് അക്കാഡമീഷ്യൻസ് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് ക്ഷണിച്ചതിൽ വളരെ വളരെ താങ്ക് യു. നമ്മൾ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിൻ്റെ ഒരു ചരിത്ര രചനാ ശൈലി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇവർ രണ്ട് രീതിയിലുള്ള കമ്മ്യൂണലിസങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന് ജനറലായിട്ട് കമ്മ്യൂണലിസം എന്ന് യൂസ് ചെയ്യാറുണ്ട്, രണ്ട് ഹിന്ദുത്വ എന്നും യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഈ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് പല റിലീജൻസ് പെർപെട്രേറ്റ് ചെയ്യുന്ന വർഗീയവാദത്തിനെ കമ്മ്യൂണലിസം എന്ന് വിളിക്കുകയും ഹിന്ദുത്വ എന്നുള്ളത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഹിന്ദു മതത്തിനെ പ്രൊപ്പഗാൻഡയായിട്ടും പൊളിറ്റിക്കൽ ടൂളായിട്ടും അല്ലെങ്കിൽ ഹിന്ദു മതത്തിനെ വെപ്പണൈസ് ചെയ്യുന്നതിനെ ഹിന്ദുത്വമായിട്ട് പറയാറുണ്ട്. ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ കുറച്ച് കാലമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണലിസം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഷുഡ് ബി കോൾഡ് ആസ് കമ്മ്യൂണലിസം എന്നുള്ളത്. ഇങ്ങനെ വിഘടിച്ച് പറയുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇസ്ലാമോഫോബിയയ്ക്ക് കൊളോണിയൽ പ്രൊജക്റ്റുമായിട്ട് മാത്രം ചേർത്താണ് പലപ്പോഴും വായിക്കപ്പെടുന്നത്. എന്നാൽ ഇസ്ലാമോഫോബിയയ്ക്ക് ഇതിനേക്കാളും ആഴത്തിലുള്ള വേരുകളുണ്ട്. നമ്മൾ മിഡീവൽ കാലഘട്ടം എടുത്ത് നോക്കിയാലും മിഡീവൽ റെക്കോർഡ്സിൽ നമ്മൾ നോക്കിയാലും അതിലും ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ടെൻഡൻസീസ് കാണും. ഇത് 9/11 കഴിഞ്ഞിട്ട് ലോകത്തുണ്ടായ ഒരു പ്രതിഭാസമൊന്നുമല്ല. ഇന്ത്യയുടെ നമ്മൾ ഏത് സാൻസ്ക്രിറ്റിക് ആയിട്ടുള്ള ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണ്, അത് നിങ്ങൾ വേദങ്ങൾ തൊട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം അംബേദ്കർ റിഡിൽസ് ഇൻ ഹിന്ദുയിസത്തിൽ അത് വളരെ മനോഹരമായിട്ട് വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപരവൽക്കരണം എന്നുള്ളത് സാൻസ്ക്രിറ്റിക് സിവിലൈസേഷണൽ എത്തോസാണ്. ഒരു സാൻസ്ക്രിറ്റിക് ആയിട്ടുള്ള ടെക്സ്റ്റുകൾക്ക് അല്ലെങ്കിൽ സാംസ്കൃതികമായിട്ടുള്ള ഒരു യൂണിവേഴ്സിന് ഒരു മൂല്യബോധമുണ്ടെങ്കിൽ അത് അപരവൽക്കരണം എന്നുള്ള മൂല്യബോധമാണ്. വേദങ്ങളിൽ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ദാസനും ദാസ്യു എന്ന് പറയുന്ന മറ്റ് രണ്ട് വിഭാഗക്കാർ, അവർ മേ ബി ക്ലാൻ കുലങ്ങളായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഒരു എത്തനിക് ഗ്രൂപ്പ് ആയിരുന്നായിരിക്കാം. ഇങ്ങനെ രണ്ട് സെറ്റ് ഓഫ് മനുഷ്യർ എന്ന് വിളിക്കാം, രണ്ട് സോഷ്യൽ ഗ്രൂപ്പ്സിനെതിരെ പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ഗ്രൂപ്പ് അവിടെ പറയുന്നുണ്ട്, പാണികൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിനെതിരെയുള്ള യുദ്ധങ്ങൾ, ഈ ഗ്രൂപ്പിനെ എങ്ങനെ തുലച്ചു കളയാം, ഈ ഗ്രൂപ്പിനെ എങ്ങനെ അനഹിലേറ്റ് ചെയ്ത് കളയാം എന്നുള്ള പല രീതിക്കുള്ള ഉപായങ്ങൾ നമുക്ക് വേദങ്ങളിൽ കാണാൻ പറ്റും. ഇതേ കാര്യം നമ്മൾ കുറെ കൂടെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും രസകരമായിട്ട് ഇതിനകത്ത് വരുന്നത്, ഐ വിൽ കം ബാക്ക് ടു സെൻട്രൽ പോയിന്റ് ദാറ്റ് ഐ എം ട്രൈങ് ടു മേക്ക് ഹിയർ നൗ. മഹാഭാരതത്തിലും രാമായണത്തിലും ആരാണ് അന്യൻ, ആരാണ് അപരൻ? ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് രാവണന്റെ സാലി സദർലാൻഡിന്റെ വർക്കിലാണ് അത് ഏറ്റവും രസകരമായിട്ട് വരുന്നത്. രാവണന്റെ ലങ്കയെ ഡിസ്ക്രൈബ് ചെയ്യുമ്പം പലപ്പോഴും അയോധ്യയ്ക്ക് ഒരു മിറർ ഇമേജ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യാഗങ്ങൾ നടക്കുകയാണ്, വർണ്ണാശ്രമധർമ്മ നിലനിർത്താൻ വേണ്ടിയുള്ള യാഗങ്ങൾ നടക്കുകയാണ്. രാവണന്റെ അവിടെ എങ്ങനെയാണ്? രാവണന്റെ അവിടെ രക്തം കൊണ്ടുള്ള, മാംസം കൊണ്ടുള്ള യാഗങ്ങൾ നടക്കുകയാണ്. ഇവിടെ ഒറ്റ ഭരണം നടക്കുമ്പോഴത്തേക്ക് അവിടെ കൂറുവാഴ്ചയാണ്. രാവണനും ബ്രദേഴ്സും ശൂർപ്പണഖ ഉൾപ്പെടെ ഒരു സിസ്റ്റർ ഉൾപ്പെടെയുള്ള ഒരു ഭരണം അവിടെ നടക്കുകയാണ്. ഇവിടെ രാമന്റെ രാജ്യത്തിൽ ഒരു കുടുംബം അതുപോലെ തന്നെ നിലനിൽക്കുക. അതായത് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി വിചാരിക്കുന്ന ഹെട്രോനോമേറ്റീവ് കുടുംബം, ഒരച്ഛൻ പേട്രിയാർക്കായിട്ട് നിൽക്കുകയും അച്ഛനെ ഏറ്റവും അനുസരിക്കുന്ന ഒരു മകൻ നിലനിൽക്കുകയും ചെയ്യുന്നു. രാവണന്റെ അവിടെ നോക്കുമ്പോഴത്തേക്ക് രാവണന്റെ പാരന്റേജ് തന്നെ മിക്സ്ഡ് ആണ്. രണ്ട് ജാതികളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഒരുമിച്ച് കല്യാണം കഴിച്ചുണ്ടായതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്
രാവണന്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ. ശൂർപ്പണഖ എന്നുള്ളതൊരു വിഡോ, ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ഭർത്താവ് അതിൻ്റെ ഉപലെജൻസ് നമ്മൾ നോക്കിയാൽ രാവണൻ തന്നെ കൊന്നതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് മറ്റാണുങ്ങളെ ഡിസയർ ചെയ്യുന്ന ഒരു പെങ്ങളുള്ള രാവണൻ. അപ്പോൾ ഈ എന്താണ് ഒരു പെർഫെക്റ്റ് രാജ്യമായിട്ട് കാണിക്കുന്ന അയോധ്യയ്ക്ക് ഒരു മിറർ ഇമേജ് ആയിട്ട്, അല്ലെങ്കിൽ അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ലങ്ക. അപ്പൊ എന്താണ് ആര്യവർത്തത്തിൽ, അല്ലെങ്കിൽ എന്താണ് ആര്യന്മാർക്ക് ഏറ്റവും അഭികാമ്യം എന്നുള്ള ഒരു രാജ്യം കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അയോധ്യയും, എന്താണ് അപരം എന്ന് നമുക്ക് മനസ്സിലാക്കിപ്പിച്ച് തരാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ലങ്കയാണ് നമ്മൾ രാമായണത്തിൽ കാണാൻ നമുക്ക് പറ്റുന്നത്. ഇതെല്ലാം ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സാൻസ്ക്രിറ്റ് വർക്ക് എടുത്ത് നോക്കിക്കോളൂ. സാൻസ്ക്രിറ്റ് വർക്കിലെല്ലാം നമുക്ക് ഈ കാണാൻ പറ്റുന്ന എങ്ങനെ മനുഷ്യരെ അന്യരാക്കാം, എങ്ങനെ അതറിനെ തിരിച്ചറിയാം, ഈ അതറിനെ എങ്ങനെ മാറ്റി നിർത്താം എന്ന് വളരെ വലിയ രീതിക്ക് അതാണ് ആക്ച്വലി ഹിന്ദുയിസത്തിന്റെ പ്രൊജക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പ്രൊജക്റ്റിലേക്കാണ് നമ്മൾ ഹിന്ദുത്വയെ പ്ലേസ് ചെയ്യേണ്ടത്. ഇത് രണ്ടും രണ്ടായിട്ട് കാണുന്നതിൽ ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് രണ്ടായിട്ട് നമ്മളിപ്പോൾ കാണുമ്പോൾ, ഇപ്പം എനിക്കിതിനെക്കുറിച്ച് വിമർശിക്കാൻ ഒട്ടും പേടിയില്ലാത്തത് അംബേദ്കർ വിമർശിച്ചിട്ടുള്ളതും എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനുള്ള അധികാരം തന്നിട്ടുള്ളത് കൊണ്ടാണ്. അംബേദ്കർ വളരെ കൃത്യമായിട്ട് റിഡിൽസ് ഇൻ ഹിന്ദുത്വ എന്നല്ലല്ലോ പറഞ്ഞത്, റിഡിൽസ് ഇൻ ഹിന്ദുയിസം എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് രണ്ട് രീതിക്ക് ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കൊളോണിയൽ പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്ന ഒരു മതമാണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. അതിനു മുമ്പേ ഇവിടെ നിലനിൽക്കുന്ന സനാതനധർമ്മം എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ പേഗനെന്നും ജെൻറ്റൈലെന്നും ജെൻറ്റു എന്നും വിളിച്ചിരുന്ന ആ ഒരു വലിയ മതം എടുത്തു നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മതമില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം പല 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 ട്രഡീഷൻസ് ആയിട്ട് വിഘടിച്ച് കിടന്ന ചില ലെജൻസ് മാത്രം ഒരുപോലെ ഇരുന്ന പല ഈ സിസ്റ്റങ്ങളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന കൊളോണിയൽ സർവേസ് ആണെന്ന് ഒരു വിഭാഗം ചരിത്രകാർ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ വേദിസത്തിൽ നിന്ന് പുരാണിക് ഹിന്ദുയിസത്തിലേക്ക് മാറുകയും പിന്നെ പുരാണിക് ഹിന്ദുയിസത്തിലേക്ക് മാറുകയും ചെയ്ത ഒരു ലീനിയേജ് ഉള്ള, അല്ലെങ്കിൽ ഒരു തായ് വഴിയുള്ള ഒരു മതമാണ് ഹിന്ദുയിസം എന്ന് പറയുന്ന വെൻഡി ഡോണിജർ പോലെയുള്ള സ്കോളേഴ്സിനെ നിങ്ങൾക്ക് കാണാം. ഇറ്റ് ഈസ് അപ് ടു യു ടു ബിലീവ് വിച്ച് എവർ. ഇതിൽ ഞാൻ പരാമർശിക്കുന്നില്ല, ഇറ്റ് ഈസ് ഓപ്പൺ. പക്ഷെ നമ്മൾ ഈ രണ്ട് വാദങ്ങൾ എടുക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ബ്രാഹ്മൺ പ്രീസ്റ്റ്ഹുഡിനെ നമുക്ക് കാണാൻ പറ്റും. ഈ ബ്രാഹ്മൺ പ്രീസ്റ്റ്ഹുഡിനെ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു രാജത്വത്തിനെ കാണാൻ പറ്റും. അപ്പൊ ഇന്ത്യയിൽ എപ്പോഴും നിലനിന്നിരുന്നത്, എപ്പോഴും എന്ന് പറയുന്നത് മേ ബി ആസ് എ ഹിസ്റ്റോറിയൻ തെറ്റായിരിക്കാം, ഈ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് 1500 BC തൊട്ടും സൗത്ത് ഇന്ത്യയിൽ നമുക്ക് 7th century CE തൊട്ടും കാണാൻ പറ്റുന്ന പൊളിറ്റിക്കൽ ലെജിറ്റിമൈസേഷൻ്റെ, അതായത് ആര് ഭരണത്തിൽ വരുന്നതെന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് അല്ല, പക്ഷെ ആര് ഭരണത്തിൽ വന്നാലും അവർക്ക് ഭരിക്കാനുള്ള ലെജിറ്റിമസി കൊടുക്കുന്നത് ഈ ഹിന്ദുത്വത്തിൻ്റെ അപ്പാരറ്റസുകളാണെന്ന് നമുക്ക് മനസ്സിലാകും. ഹിന്ദുത്വം ഉണ്ടാക്കിയ മെഷീനറീസ് ആണ് ഇവരുടെ റൂളിനെ ലെജിറ്റിമൈസ് ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഭാരതത്തിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ഒരു സ്റ്റെപ്പ് മാത്രമാണ് ഇന്ത്യയുടെ സോ കോൾഡ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വൽ ഒരു ഡെമോക്രസിയിലേക്ക് നമ്മൾ എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ലെജിറ്റിമൈസേഷന്റെ ഈ അദറിങ് എന്നുള്ള കാതലായിട്ടുള്ള ഒരു കാര്യം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പോലും നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി പറയേണ്ടി വരും. പക്ഷെ ഹിസ്റ്റോറിക്കലി നമ്മൾ അതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ചേഞ്ച് ഹാസ് ഹാപ്പൻഡ്. ഇപ്പം ആദിത്യ നിഗം പോലുള്ള സ്കോളേഴ്സ് ഹിന്ദുത്വ അതിനെക്കുറിച്ച് പറയുന്നതിൻ്റെ അദ്ദേഹം 7ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹവും അഭിജിത്ത് പദക്കും എല്ലാം നോക്കിയാൽ 5 കോമൺ കാര്യങ്ങൾ കാണാൻ പറ്റും. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് സെയിംനെസ് എന്ന് പറയുന്നത്. എല്ലാം ഒന്നിലേക്ക്, എല്ലാം ഏകശിലാത്മകമാക്കി മാറ്റുന്ന ഒരു പ്രവണത. അതുകൊണ്ട് 1 നേഷൻ 1 എലക്ഷൻ 1 ലീഡർ എന്ന് പറയും. ഇതിൽ ഏറ്റവും എനിക്ക് തമാശയായിട്ട് തോന്നിയിട്ടുള്ളത് 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ്. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഒറ്റ പ്രൊഡക്റ്റ് എന്ന് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്ന ബോർഡ് വെച്ചിരിക്കുന്ന കടയിൽ പോയാൽ ഒരുപാട് പ്രൊഡക്റ്റ് കാണും. പക്ഷെ ഇവർക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. ഈ വൺനെസ് എന്നുള്ളൊരു കാര്യം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് ഇന്ന് വന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് എ പ്രൊഡക്റ്റ് only of colonialism, and only എന്നുള്ളത് അണ്ടർലൈൻ തന്നെ പറയാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ പ്രൊഡക്റ്റ് ഓഫ് മോഡേണിറ്റി. ഇത് ആധുനികതയുടെ
ആധുനികതയുടെ റിസൾട്ടായിട്ടോ അല്ലെങ്കിൽ കൊളോണിയൽ പ്രൊജക്റ്റിന്റെ റിസൾട്ടായിട്ടോ വന്നതല്ല. ഇത് രാമായണത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, മഹാഭാരതത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു രാജാവിലേക്ക് ഊന്നി പറയുന്നത്, ഒരു ഐക്കണിലേക്ക് മാത്രം ആൾക്കാരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്, ഒന്നിലേക്ക് മാത്രം, ഒരു നാരറ്റീവിലേക്ക് മാത്രം കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത, ഇത് നമുക്ക് എന്താണ് മില്ലീനിയായിട്ട് കാണാൻ പറ്റുന്നതാണ്. രണ്ടാമതായിട്ട് അവർ പറയുന്നതാണ് എക്സ്ക്ലൂഷൻ. പല എങ്ങനെ ആൾക്കാരെ മാറ്റി നിർത്താം, എങ്ങനെ ഒരു ചെറിയ പറ്റം ആൾക്കാരിലേക്ക് മാത്രം പവർ, അതിപ്പോൾ റിച്വൽ പവർ, ആചാരപരമായിട്ടുള്ള പവർ ആണെങ്കിലും ശരി, പൊളിറ്റിക്കൽ പവർ ആണെങ്കിലും ശരി, എങ്ങനെ ഒരു ചെറിയ പറ്റം ആൾക്കാരിലേക്ക് ആ പവറിനെ നിയന്ത്രിച്ച് നിർത്താം, ബാക്കിയുള്ളവരെ എങ്ങനെ കൺട്രോൾ മെക്കാനിസം വഴി എക്സ്ക്ലൂഡ് ചെയ്യാം. മൂന്നാമത് നമ്മൾ കാണുന്നതാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്, ഉച്ചനീചത്വങ്ങൾ. അതിനെ അംബേദ്കർ ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി എന്നുള്ളൊരു ഐഡിയയിൽ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജാതി നിലനിൽക്കുന്നത്, ജെൻഡർ നിലനിൽക്കുന്നത് ഈ ഒരു അപ്പാരറ്റസിലൂടെയാണ് നിലനിൽക്കുന്നത്. നാലാമതായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് വിച്ച് ഇസ് എ ലെസ് അനലൈസ്ഡ് ഐഡിയ, ബട്ട് ഇപ്പം നമ്മളൊരു ഓൾമോസ്റ്റ് വാറിൻ്റെ സിറ്റുവേഷൻ, അതിനെ വേണമെങ്കിൽ നമുക്ക് വാർ എന്ന് തന്നെ വിളിക്കാം, വന്നു നിൽക്കുമ്പോൾ അത് ഏറ്റവും വലുതായിട്ട് തല ഉയർത്തിയാൽ നമുക്ക് കാണാൻ പറ്റും, വിച്ച് ഇസ് അഗ്രഷൻ. അഗ്രഷൻ ഒരു മാസ്കുലിൻ വാല്യൂ ആണ്. ഈ മാസ്കുലിൻ വാല്യൂവിനെ നമ്മുടെ ഏത് സാൻസ്ക്രിറ്റിക് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും വലിയ രീതിയിൽ പ്രഘോഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് കൊളോണിയലിസം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ളൊരു സിദ്ധാന്തത്തിൽ പടുത്തുയർത്തിയ കൊളോണിയലിസം കൃത്യമായിട്ട് ഏത് ടെക്സ്റ്റ് ബുക്കുകളാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഏത് ടെക്സ്റ്റ് ബുക്കുകളാണ് കൊളോണിയൽ സമയത്ത് സിവിൽ സർവൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്ന് ചോദിച്ചാൽ ഈ ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിപ്പിച്ചത്. കാരണം എന്താ, ഈ ബ്രാഹ്മണിസം പ്രകീർത്തിച്ച അതേ അഗ്രസീവ് മാസ്കുലിൻ വാല്യൂവിനെയാണ് കൊളോണിയലിസവും പ്രകീർത്തിക്കുന്നത്. അതുകൊണ്ടാണ് വാർ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് അയ്യോ അത്രയും നേരം ഒരു TV കാണണം എന്ന് നമുക്ക് തോന്നുന്നത്. ഇതിൽ ഏറ്റവും തമാശ എന്ന് തോന്നുന്നത് എന്നാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞത്, മഹാഭാരത കഥ ആക്ച്വലി പറയപ്പെടുന്നത് എന്തിനാണ്? ജനമേജയനോടാണ് മഹാഭാരത കഥ പറയുന്ന എന്തിനാണ്? ഈ നാഗങ്ങളെ, അതായത് ജനമേജയൻ യാഗം കഴിക്കണം, എന്താ ഈ ലോകത്തിലെ നാഗങ്ങൾ മുഴുവൻ മരിച്ചു പോകണം, നാഗങ്ങളെ അനൈഹിലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വലിയൊരു യാഗം നടത്തുകയാണ്. ഈ നാഗ ഇതിൽ ഞാനൊരു കെവിയേറ്റ് ആയിട്ട് പറയുകയാണ്, ഈ നാഗ എന്നുള്ളതൊരു ബുദ്ധിസ്റ്റ് റെഫറൻസും ആകാം ബൈ ദ വേ. അപ്പൊ അതിലൊരു ഇന്റർടെക്സ്ച്വൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഇവിടെ കിടപ്പുണ്ട്, അതിലേക്ക് ഞാനിപ്പം കടക്കുന്നില്ല. ലോകത്തുള്ള എല്ലാ നാഗങ്ങളെയും ഇല്ലാതാക്കി കളയാൻ, കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു സ്നേക്ക് ബൈറ്റ് കാരണം, ഒരു പാമ്പ് കടിച്ചത് കാരണമാണ് മരിച്ചു പോകുന്നത്. അപ്പം അതിന് പ്രതികാരമായിട്ട് ഈ ലോകത്തെ എല്ലാ നാഗങ്ങളെയും ഇല്ലാതാക്കി കളയാൻ വേണ്ടി വലിയൊരു യാഗം നടത്തുകയാണ്. അങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നാഗങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നിർത്താൻ വേണ്ടി ആണ് മഹാഭാരത കഥ പറഞ്ഞു തുടങ്ങുന്നതെന്നാണ് ഒരു വേർഷൻ. പക്ഷെ കഥ പറഞ്ഞു തുടങ്ങി ഈ കഥ എഴുതി കഴിഞ്ഞ് കഥ റീകോണ്ടഡ് ആകുമ്പോൾ നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്നത് എന്തിനാണ്? കുരുക്ഷേത്ര യുദ്ധത്തിനെയാണ്. അപ്പൊ ഈ കഥ പറയുന്നത് തന്നെ യുദ്ധം കഴിഞ്ഞിട്ട് ഇതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പർവ്വങ്ങൾ എന്ന് പറയുന്നത് ശാന്തിപർവ്വവും വനപർവ്വമാണ്. യുദ്ധം കഴിഞ്ഞിട്ടുള്ള വലിയ ലോസ്, ഇത് കണ്ടിട്ട് ദുഃഖിക്കുന്നു, ഇത് കണ്ടിട്ട് ഈ യുദ്ധം എന്ന് പറയുന്നത് ആരുടെയും വിജയത്തിലേക്ക് നയിക്കില്ലെന്ന് മനസ്സിലാക്കുന്ന രാജാവ്. ഇതാണ് തീം. കാരണം ഇത് ഇപ്പൊ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് പോയാൽ ഞാൻ ഒരുപാട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഈ തീം മറന്നുപോയി കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ആ 18 ദിവസങ്ങളെ മാത്രം അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഈ മഹാഭാരതത്തിന്റെ ലോജിക്കിനെ, നാരറ്റീവിനെ തന്നെ മാറ്റിക്കളഞ്ഞ ഒരു ഭരണ സിദ്ധാന്തങ്ങളെ നമുക്ക് പിന്നെ കാണാൻ പറ്റും. സോ ദിസ് ഹോൾ ഈ അഗ്രസീവ് മാസ്കുലിൻ വാല്യൂവിനെ പ്രകീർത്തിക്കുന്ന, അല്ലെങ്കിൽ അതാണ് എല്ലാവരും എൻഡോർസ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്ന രീതിയിലുള്ള സാൻസ്ക്രിറ്റിസം നമ്മൾ പിന്നീട് വന്ന എല്ലാ ഭരണകൂടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തോതുകൾ ഏറിയും കുറഞ്ഞും ഇരിക്കുന്നതേ ഉള്ളൂ. Now the last value which is of course Brahmanical patriarchy. എല്ലാം ജാതിബദ്ധമായിട്ട് നിലനിൽക്കുകയും ആ ജാതി നിലനിൽക്കണമെങ്കിൽ സ്ത്രീകളുടെ സെക്ഷലും റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റീസിനെ പിടിച്ചു നിർത്തണം എന്നുള്ള ഐഡിയയിൽ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഈ 5 വാല്യൂസും ഹിന്ദുത്വയുടെ മാത്രം വാല്യൂസ് അല്ല. ഈ 5 വാല്യൂസും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഞാനുൾപ്പെടെയുള്ള ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ പാലിക്കുന്ന വാല്യൂസാണ്. നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ കുടുംബം എല്ലാ കുടുംബത്തിനെ പോലെ ആകും. എൻ്റെ കുടുംബത്തിൽ ഒരു ക്യൂർ ആൾ ഉണ്ടായാൽ
ഒരു ട്രാൻസ്ജെൻഡർ ആളുണ്ടായാൽ അയ്യോ എൻ്റെ കുടുംബം മറ്റേ കുടുംബത്തെ പോലെ ആകുന്നില്ല അപ്പോൾ, അപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. എൻ്റെ കുടുംബം ഒറ്റയിൽ സംസാരിക്കണം, അച്ഛൻ പറയുന്ന ലോജിക്കായിരിക്കണം എല്ലാവരുടെയും ലോജിക്. ഈ വണ്ണസ് എന്നുള്ളത്, ഹൈറാർക്കി എന്നുള്ളത്, മാസ്കുലിൻ അഗ്രസീവ് വാല്യൂ എന്നുള്ളത്, എക്സ്ക്ലൂഷൻ എന്നുള്ളത് എല്ലാം നമ്മുടെ വീട്ടിൽ നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന വാല്യൂസാണ്. സോ ഇറ്റ് ഈസ് നോട്ട് വെരി ഡിഫറെൻറ്റ് ഫ്രം ഹിന്ദുത്വ, ഇറ്റ് ഈസ് നോട്ട് വെരി ഡിഫറെൻറ്റ് ഫ്രം ഫാസിസം. അപ്പം എന്ത് അധികാരമാണ് നമുക്ക് ഹിന്ദുത്വനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്? ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപരവൽക്കരണം എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് മാളവിക ബെന്നി സംസാരിച്ചത്. നമുക്കറിയാം, അരോഗൻസ് എന്നത് ഒരു മാസ്കുലിൻ വാല്യൂ ആയി ഇവിടെ നിലനിൽക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ഒരു അനിഹിലേഷൻ ഓഫ് നാഗാസ് സംഭവിക്കുന്നതെന്ന് സൂചിപ്പിച്ചു. പക്ഷേ അതിനൊരു പ്രതിരോധം എന്ന നിലയിൽ തന്നെയാണ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ ഒന്നായി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു അംബേദ്കർ ആസ് എ പബ്ലിക് ഇന്റലക്ച്വൽ എന്ത് ചെയ്തു എന്നത് വളരെ പ്രസക്തമാകുന്ന ഒരു സന്ദർഭത്തിലേക്ക് അത് നയിക്കുന്നുമുണ്ട്. സാന്ദർഭികവശാൽ അത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ മാളവിക സൂചിപ്പിച്ച മറ്റൊരു കാര്യം, നമ്മുടെ കുടുംബങ്ങൾ മുതൽ രാജ്യം വരെ എല്ലായിടത്തും റിച്വൽ പവർ ടു പൊളിറ്റിക്കൽ പവർ എല്ലായിടത്തും നമുക്കറിയാം ഒരു ജെൻഡർ അപ്പാരറ്റസ് പ്രവർത്തിക്കുന്നുണ്ട്, മാസ്കുലിൻ വാല്യൂസ് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മുൻനിർത്തി അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയെന്നോണം എങ്ങനെയാണ് ഡെമോക്രസിയിൽ ജെൻഡർ പ്രവർത്തിക്കുന്നത്, ജെൻഡർ എങ്ങനെയാണ് ഡെമോക്രസിയിൽ ഉടനീളം പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത്, അതിനോട് എങ്ങനെയാണ് ആ ഡിസ്കോഴ്സ് എൻഗേജ് ചെയ്തിട്ടുള്ളത് എന്ന് ദീദി ദാമോദരൻ മാഡം വ്യക്തമാക്കും. എല്ലാവർക്കും നമസ്കാരം. മാളവിക പറഞ്ഞ് അവസാനിപ്പിച്ചവിടുത്തുനിന്ന് തന്നെ തുടരണം എന്ന് തോന്നുന്നു. ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിൽ ഈ ജനങ്ങളിൽ ഞാനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാർലമെൻ്ററി ജനാധിപത്യത്തിനെ പറ്റി പറഞ്ഞു. പാർലമെൻറ്റിൽ 4.4% നിന്ന് തുടങ്ങിയിട്ട് 18ാമത്തെ പാർലമെൻറ്റിൽ നമുക്ക് 14% എത്തി നിൽക്കുന്നു എന്നാണ്. ഏറ്റവും വിദ്യാസമ്പന്നരായ സ്ത്രീകളൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സെക്യുലറും ഈക്വാലിറ്റിയും ഒക്കെ വേണ്ടുവോളം കൊട്ടിഘോഷിക്കുന്ന ഒരു സ്ഥലത്ത് 14%, അത് തന്നെ ഈ ആജ്ഞാനുവർത്തികളായിട്ടുള്ള സ്ത്രീകളായിരിക്കും, ടോക്കണിസം ആയിരിക്കും, അതൊക്കെ നമുക്കറിയാം. എന്നാലും പേരിനെങ്കിലും ഒരു 14% എത്തി നിൽക്കുന്ന ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ ടൗൺ ഹാളിൽ ഞാൻ എണ്ണായിരുന്നു 200ൻ്റെ അടുത്ത് ഫോട്ടോസ് തൂക്കിയിട്ടുണ്ട്. അതിൽ 3ഓ 4ഓ ആണ് സ്ത്രീകളുള്ളത്. ഇവിടെ ഇരുന്നു കൊണ്ട് ഇതെന്തോ തുല്യമായിട്ടുള്ള ഒരു സ്പേസിൽ ജനാധിപത്യത്തിന് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊക്കെ പറയുന്ന ഒരു വലിയ മിഥ്യാധാരണയുടെ മുമ്പിൽ നിന്ന് അതിനെ തുടർന്ന് പറയാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ആ പറഞ്ഞത് ഇതെൻ്റെ റിപ്പബ്ലിക് അല്ല, ഈ പറഞ്ഞ ജനാധിപത്യത്തിലെ ജനത്തിൽ ഞാനും ഞാൻ അടങ്ങുന്ന സ്ത്രീകളും ഇതിലെ ജെൻഡർ മൈനോറിറ്റിയും ഒന്നും ഉൾപ്പെടുന്നില്ല എന്നെനിക്ക് നല്ല തീർച്ചയുണ്ട്. അവിടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് ജനാധിപത്യം പഠിപ്പിക്കുക, അറിയുക, ഇതൊക്കെ ഒരു പ്രാക്ടീസാണ്, ഇത് പുറത്തല്ല. മാളവിക പറഞ്ഞത് തന്നെയാണ് എനിക്ക് നീട്ടി പറയാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റുകളെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, എക്സ്ട്രീം ലെഫ്റ്റിസ്റ്റുകളെയും കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞവരൊക്കെ വീടുകളിൽ എക്സ്ട്രീം റൈറ്റിസ്റ്റുകളാണ്. അവരാരും തന്നെ അവരൊരു ലെഫ്റ്റ് ഐഡിയോളജിയും കുടുംബത്തിനകത്തോ അവരുടെ സ്വകാര്യ ജീവിതത്തിലോ കൊണ്ടു നടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല എന്നതാണ് ആത്യന്തികമായിട്ട് ഇവിടെ ഉള്ള ഒരു തോൽവി. ഈ പറഞ്ഞ ഇരട്ടത്താപ്പില്ലാത്ത ആണുങ്ങളാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഈ ഹാളിൽ എത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിയണം. ഇതിലെത്ര സ്ത്രീകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് എന്നതിൽ അതിൻ്റെ ഉത്തരമുണ്ട്. ഈ പറഞ്ഞ ജനാധിപത്യത്തിനെ പറ്റി, യുക്തിസഹമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള ജീവിതത്തിനെ പറ്റി ഒക്കെ ചർച്ച ചെയ്യുന്നതിൽ നിങ്ങളുടെ ഒന്നും വീട്ടിലെ സ്ത്രീകൾക്ക് എന്താ അതിൽ ഭാഗമാവേണ്ടതില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഇത് ഇവിടുത്തെ ഏതോ ഈ ഒരു സംഘടനയെ പറ്റി മാത്രമല്ല. ഞാൻ സ്ഥിരമായിട്ട് സ്റ്റേജിലിരിക്കുമ്പോൾ സദസ്സിനെയും സദസ്സിലിരിക്കുമ്പോൾ വേദിയെയും മാറി മാറി ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാറുണ്ട്. അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്, മൈക്രോസ്കോപ്പിക്. ഇവിടെയും ഇന്ന്
ജനാധിപത്യത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് തുല്യതയിലേക്ക് എത്താം എന്ന ചർച്ചയിൽ നമ്മൾ പറയുന്നുണ്ട് ദളിതരായിട്ടുള്ള സ്ത്രീകളെ എന്തുകൊണ്ട് അമ്പലത്തിൽ ശാന്തിയാക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എല്ലാ ചാനലുകളിലും പാപ്പ ലോകത്തിൻ്റെ പാപ്പയെ അവരോധിക്കുന്നതിൻ്റെ ചടങ്ങ് എല്ലാ മീഡിയയും ആഘോഷിക്കുമ്പം എത്ര ദൂരെയാണ് ഈ ക്ലർജിയിൽ ഈ ക്ലറിക്കൽ ഹെഡായിട്ട് ഒരു സ്ത്രീ വരിക. ഇവിടെ ശാന്തിയായിട്ട് അവർണനായ ഒരാളെ ചിന്തിക്കാൻ പറ്റാത്ത കേരളത്തിലോ ഇന്ത്യയിലോ എന്നായിരിക്കും ഒരു സ്ത്രീ പൂജാരിയായിട്ട് വരിക. എനിക്ക് കൃത്യമായിട്ടുള്ള ഫിൽറ്റർ ഉണ്ട്. എനിക്ക് പൊതു എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും അതിൽ കൃത്യമായിട്ടുള്ള ജെൻഡർ രാഷ്ട്രീയം തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എന്നെങ്കിലും അത് ചർച്ച ചെയ്യപ്പെടുക പോലുമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം, ഫാസിസത്തിൻ്റെ എല്ലാ ട്രേറ്റ്സും എടുത്തു നോക്കുക. ഫാസിസത്തിൻ്റെ എല്ലാ ട്രേറ്റും ഈക്വലായിട്ട് വളരെ കൃത്യമായിട്ട് വീടുകളിൽ ആപ്ലിക്കബിൾ ആണ്. ഏത് വേണമെങ്കിലും എടുത്തു നോക്കൂ. ഇപ്പം എഗ്രഷൻ പറഞ്ഞു, നമ്മളടുത്ത് തന്നെ പറയാറുണ്ട് ആങ്കർ ഇസ് നോട്ട് ഫെമിനിൻ. വാട്ട് ഇസ് റോങ് ഇൻ എ വുമൺ ബീങ് ആങ്കറി? നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല. എഗ്രഷൻ ഇസ് മെന്റ് ഫോർ മെൻ. അതെന്താണ് അതിലൊരു മോശമായിട്ടുള്ള കാര്യം? അതൊരു വികാരമാണ്. പെർഗേഷൻ വേണമെങ്കിൽ എല്ലാ വികാരങ്ങളുടെയും ഓവർഫ്ലോ വേണം. സ്ത്രീ എന്തുകൊണ്ട് ദേഷ്യം പിടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എഗ്രഷൻ എടുത്ത് സ്വീകരിക്കാവുന്ന ഒരു ട്രേറ്റാണ്. എങ്ങനെയാണ് മിത്തുകൾ, ഈ കൾച്ചർ, ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരം ഒക്കെ സ്ത്രീയുടെ ബേർഡനാവുന്നത്? എങ്ങനെയാണ് മിത്ത് ഉപയോഗിച്ചിട്ട് ഫാസിസം എങ്ങനെയാണ് ഇവിടെ നിലനിന്ന് പോരുന്നത് എന്നതിനെ പറ്റി ഒരുപാട് തിയറികളുണ്ട്. അതേ കാര്യമാണല്ലോ എല്ലാ വീടുകളിലും നമ്മൾ നടത്തിപ്പോരുന്നത്. ഈ മൈത്തോപ്പിയ എന്ന് പറയുമല്ലോ, നമ്മൾ മിത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതേ മിത്തിൻ്റെ തന്നെ വേറെ തന്നെ ഫോംസിൽ നമ്മൾ മിത്തുകളെ വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുക, പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ നമ്മൾ ചലച്ചിത്രഗാനത്തിൽ നമ്മൾ പാടുന്നത് അരയത്തി പെണ്ണ് പിഴച്ചു പോയപ്പോൾ അവനെ കടലമ്മ കൊണ്ടുപോയി, അരയത്തി പെണ്ണ് തപസ്സിരുന്നപ്പം അവനെ കടലമ്മ കൊണ്ടുവന്നു എന്ന് പറയുന്ന കടലിൻ്റെ പാട്ടുപാടിയ വേടൻ ചെയ്ത തെറ്റായിട്ട് പോലീസിനും നാട്ടുകാർക്കും ഒക്കെ തോന്നിയ പുലിയെ കൊന്ന കുറ്റം അതിലും ചെറുതാണ് വേടൻ ഒരു സ്ത്രീയോട് ചെയ്ത തെറ്റ് എന്ന്. വേടൻ ഒരു സ്ത്രീയോട് ചെയ്ത തെറ്റല്ലേ എന്ന് ചോദിച്ച സ്ത്രീകളെ നിങ്ങൾ ഇത് ദളിത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ എല്ലാവരും കൂടെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ CPMൻ്റെ മഹിളാ അസോസിയേഷൻ എങ്ങനെയാണോ ഇതിലുള്ള ആൺ മേധാവിത്വത്തിനെ എൻഡോസ് ചെയ്തു പോരുന്നത്, അംഗസംഖ്യയുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പാതിയോളം വരുന്ന സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്തവണ മത്സരിക്കണം എന്ന് പറയാത്തത്? ഇത് മുഴുവൻ ഇത്തരം എൻഡോസ്മെൻ്റ് ആണ്. ഇതെല്ലാം ഇത്തരം ഇന്റർപലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ ഡോമിനൻ്റ് ആയിട്ടുള്ളത്, ബീറ്റ് ബ്രാഹ്മണിക്കൽ ഓർ അതർവൈസ്, ഇറ്റ് ഇസ് ഫോർ ഷുവർ ബ്രാഹ്മണിക്കലാണ്, ബ്രാഹ്മണിക്കൽ പട്രിയാർക്കി തന്നെയാണ്. അതെങ്ങനെയാണ് നമ്മളുടേതുമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്? എങ്ങനെയാണ് ഡബിളി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ദളിത് സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയെ ഒരാൾ ദളിതായിട്ട് ആയിക്കോട്ടെ, ആരെങ്കിലും ആവട്ടെ ഫോർ ദാറ്റ് മാറ്റർ, അങ്ങനെ ചെയ്യുമ്പം എന്താണ് അവരുടെ സ്ത്രീ മാർജിനലൈസ്ഡ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തത്? അതിന് വളരെ കൃത്യമായിട്ടുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയിൽ നിങ്ങളെ ഇൻറ്റർപ്ലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ തവണയും നമുക്കെതിരായിട്ടുള്ള ഐഡിയോളജിയുടെ താഴെ എൻഡോസ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങും. നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അടങ്ങാത്ത രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ന വ്യാജേന നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ എന്ത് പറയുമ്പോഴും എനിക്കതിൽ എടുത്തു പറയേണ്ടതുണ്ട്, അടിവര ഇടേണ്ടതുണ്ട്. നിങ്ങൾ പറയുന്ന ആ രാഷ്ട്രീയത്തിൻ്റെ വീണ്ടും ഒരുപടി താഴെയാണ് ആ കൂട്ടത്തിലുള്ള സ്ത്രീകൾ എന്നറിഞ്ഞുകൊണ്ട് വേണം. ജെൻഡർ മൈനോറിറ്റി പറയാത്തത് അത് ഏത് നൂറ്റാണ്ടിലാണ് അതൊക്കെ അംഗീകരിക്കപ്പെടുകയും സംസാരിക്കുന്നതിൽ അത് മെയിൻ സ്ട്രീം ആവപ്പെടുകയും ചെയ്യുക എന്ന് നമുക്ക് എത്രയോ വിദൂര ഭാവിയിൽ പോലും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ എന്നെ ഒരു സ്ത്രീയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നേരിട്ട് കാണുന്ന, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫിൽറ്റേർഡ് ആയിരിക്കും. നമ്മൾ ഏത് സെക്റ്റിൻ്റെ ഭാഗമാണെങ്കിലും അത്തരം ഒരു ഫിൽറ്റർ നമ്മൾ അറിയാതെ എത്ര തന്നെ ഒബ്ജക്റ്റീവ് ആവാൻ നോക്കിയാലും നമുക്ക് ആ ഫിൽറ്റർ ഉണ്ട്.
ഫിൽറ്റർ ഉണ്ടാവുകയും വേണം. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു മിത്ത് തന്നെയാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, മെയിൻ സ്ട്രീം എന്ന് പറയുന്നത് ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയോളജി വിച്ച് ഇസ് ഡോമിനൻറ്റ്, അത് തീരുമാനിക്കുന്ന ഒരു ഡിസൈൻ മാത്രമാണ് എന്ന് നമുക്കറിയാം. അത് വെച്ച് നിർത്തും. ഡെമോക്രസി എന്ന ഡിസൈൻ എത്രത്തോളം അപരവൽക്കരണത്തിൻ്റെ ഒരു ഡിസൈൻ കൂടിയാണ് എന്നുള്ളത് നമ്മൾ അറിയാതെ പോകുന്നതിനെ കുറിച്ചാണ് 3 പേരും പറഞ്ഞു വെച്ചത് എന്ന് തോന്നുന്നു. നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഒരു റൗണ്ട് കൂടി നമുക്ക് ഇവരിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ വേഗം സന്തോഷ് സാറിലേക്ക്. സാർ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ, അദ്ദേഹം പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയിൽ കണ്ടിന്യൂ ചെയ്യും. അല്ല, ഞാൻ തുടർച്ചയിൽ സംസാരിക്കുന്നില്ല. അവരത് കുറച്ചുകൂടെയൊക്കെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഈ 2-3 മിനിറ്റല്ലേ ഉള്ളൂ നമുക്ക്. കുഴപ്പമില്ല. അല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് ഈ ദീദി ഇപ്പോൾ പറഞ്ഞു തന്നെയാണ് ഇതിൻ്റെ അകത്തൊരു കാര്യം. ഈ ജനാധിപത്യത്തിനകത്ത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ജനതയാണ്, ജനസമൂഹങ്ങളാണ്, ഈ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളാണ്. ഈ സാമൂഹ്യ വിഭാഗങ്ങളെ പരിഗണിക്കുന്ന ഒരു ജനാധിപത്യ ക്രമമാണോ ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻ. ഞാൻ തുടക്കത്തിൽ സംസാരിക്കാൻ ശ്രമിച്ചൊരു കാര്യം. നമ്മൾ ഡെമോക്രസിയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുമ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുകയും, പക്ഷേ ഈ പാർലമെൻ്ററി ജനാധിപത്യത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹ്യ ഘടനയെക്കുറിച്ച് നമ്മൾ അജ്ഞരായിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇപ്പോൾ ദീദിയുടെ ഉദാഹരണം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഫോട്ടോയിൽ ഇതിൽ എത്ര ദലിതരുണ്ടെന്നറിയാം? ഒരൊറ്റ ആളുണ്ടാവില്ല. ഒരു ആദിവാസി, ഒരു ദലിതനും ഈ ഫോട്ടോയിൽ ഉണ്ടാവില്ല. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാനിത് ഈ ഫോട്ടോ നോക്കിയിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്. സാഹിത്യ അക്കാദമിയിൽ അവിടെ ഒരുപാട് എഴുത്തുകാരുടെ ഫോട്ടോ ഉണ്ട്. അവിടെ ഒരു ദലിതനും ആദിവാസിയും ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. എഴുത്തുകാരില്ലാത്തതുകൊണ്ടാണോ? സി നാരായണൻ തൊട്ട് അയ്യപ്പൻ തൊട്ട് എത്രയോ മനുഷ്യർ. എനിവേ, ഞാനീ പറഞ്ഞ എത്രയോ ഹിസ്റ്റോറിയൻസ്, എത്രയോ ആൾക്കാർ. അപ്പോൾ ഈ സോഷ്യൽ കാറ്റഗറീസിനെ പരിഗണിക്കുന്ന ഒരു സാമൂഹ്യ ക്രമമല്ല, മറിച്ച് ഈ ടോക്കണിസം പോലെ തന്നെ നമ്മുടെ ഈ ഉൾക്കൊള്ള ജനാധിപത്യത്തെയും നമ്മളിനിയും വിമർശന വിധേയമാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഈ ഉൾക്കൊള്ളൽ ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രോബ്ലമാറ്റിക് ഒരു ഏരിയയാണ്. ടോക്കണിസം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു വൈരുദ്ധ്യം തന്നെ, അതായത് ഈ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് 543 MP-മാരുണ്ട്. ഈ 543 MP-മാരിൽ 132 പേര് പട്ടികജാതി പട്ടികവർഗക്കാരാണ്. 4-1 പട്ടികജാതി. നമ്മൾ പൊതുവെ വിചാരിക്കുന്ന ആദിവാസി ദളിതർക്കൊന്നും അധികാരമില്ലെന്നല്ലേ. ഈ 543-ൽ 132 പേര് പട്ടികജാതിക്കാർ. പക്ഷെ ഇവരൊരാൾക്ക് പോളിസി കടക്കാൻ വേണ്ടിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് 4-1 MP-മാർ ആദിവാസികളും ദളിതരായിരിക്കുകയും ഒരു സിംഗിൾ പേഴ്സണ് പോളിസിയിലേക്ക് കടക്കാൻ കഴിയില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ്. ഇന്ത്യൻ ജനാധിപത്യം കാസ്റ്റിൽ അധിഷ്ഠിതമായിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് പക്ഷേ ഇതൊരു പ്രോബ്ലമായിട്ട് തോന്നൂല. അത് നമ്മുടെ ഒരു വലിയൊരു, ഇപ്പം വിപ്ലവം നടന്ന ഒരു സ്ഥലമാണ് കേരളം. ഇവിടെ ജാതിയില്ല. വിപ്ലവ സർക്കാർ, 2ാം സർക്കാർ വന്ന് ഈ 2ാം സർക്കാരിനകത്ത് നിർത്തല്ലേ, ഈ ഒറ്റ കാര്യത്തോടെ ഞാൻ പറഞ്ഞു നിർത്താം. ഈ 2ാം സർക്കാരിനകത്ത് വരുന്ന 21 മന്ത്രിമാരിൽ ഏതാണ്ട് ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ വരുന്ന മുഴുവൻ 10 പ്രധാനപ്പെട്ട വകുപ്പും ചെയ്യുന്നത് നായർ കമ്മ്യൂണിറ്റിയാണ്. ഞാൻ നായർ കമ്മ്യൂണിറ്റി മോശം എന്ന അർത്ഥത്തിൽ പറയുന്നതല്ല. ഏതാണ്ട് 10% വരുന്ന നായർ കമ്മ്യൂണിറ്റിയാണ് 50% മന്ത്രിസഭയെ ഹോൾഡ് ചെയ്യുന്നത്. ഇതൊരു ഡെമോക്രാറ്റിക് ഇഷ്യൂ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന 10-16% വരുന്ന ദലിത് കമ്മ്യൂണിറ്റിക്ക് 9.8 വരുന്ന ഈ പറയുന്ന SC-യും ദലിത് ക്രിസ്ത്യാനി 60% വരുന്ന 10-16 വരുന്ന ശതമാനം പേർക്ക് ഒരു മന്ത്രി കേരളത്തിലില്ല. അതൊരു ഡെമോക്രാറ്റിക് ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ, ഞാൻ പറഞ്ഞ കേവലം പ്രാതിനിധ്യ പ്രശ്നം മാത്രമല്ല, അതിൻ്റെ ഉള്ളടക്കത്തിൽ തന്നെ, അതിൻ്റെ അകക്കാമ്പിനകത്ത് തന്നെ ഈ പറയുന്ന ഗോപാൽ ഗുരു ഒക്കെ പറഞ്ഞതുപോലെ ലിബറൽ ഡെമോക്രസി ഇൻ ഇന്ത്യ ആൻഡ് ദലിത് ക്രിറ്റിക് എന്ന് പറയുന്ന അദ്ദേഹത്തിന് നല്ലൊരു പേപ്പറുണ്ട്. അതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ സവർണറുടെ ഒരു അധികാരത്തിൻ്റെ എക്സ്പാൻഷനാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് നടന്നത്. ഇതിനെ പൊളിക്കാതെ
വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളെ പരിഗണിക്കുകയും പ്രാതിനിധ്യത്തിൽ മാത്രമല്ല വിഭവത്തിലും സ്വത്തിലും പങ്കാളിത്തമുള്ള വിഭവങ്ങളായി സ്ത്രീകളായിക്കോട്ടെ, സെക്ഷൽ മൈനോറിറ്റികളായിക്കോട്ടെ, ആദിവാസികളായിക്കോട്ടെ, ഇവരെയൊക്കെ വളരെ ജൈവികമായി ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് നമ്മൾ തുടക്കം കുറിച്ചിരുന്നാലേ ഇന്ന് ഇന്ത്യ നേരിടുന്ന ഈ ഫാസിസമായിരുന്നിരുന്നാലും ഈ ജനാധിപത്യ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ സംസാരിച്ചതിൻ്റെ തുടർച്ചയിലും സന്തോഷ് സാർ സംസാരിച്ചതിൻ്റെ തുടർച്ചയിലുമായിട്ട് ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹാളുകളിൽ എത്ര ഫോട്ടോ ഉണ്ട് എന്ന് ചോദിച്ചതുപോലെ തന്നെ പി.കെ. രാജശേഖരൻ കടന്നാക്രമിക്കുന്ന സരസ്വതി വിജയവും ബാലാകലേശവും ഒക്കെ അത് നല്ല കൃതിയാണോ എന്ന് ചോദിക്കുന്നത് പോലെ നമുക്കൊക്കെ ഏത് രീതിയിലും അത് ജെൻഡർ ആയിക്കോട്ടെ, കാസ്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ ഏത് ഇൻ്റർസെക്ഷൻ ആയാലും നമുക്കെപ്പോഴും നമ്മുടെ മെറ്റിൽ തെളിയിക്കേണ്ടി വരുന്ന, നമ്മൾ ജീവിക്കാൻ യോഗ്യരാണ് എന്നും നമ്മൾ പൗരത്വത്തിന് യോഗ്യരാണ് എന്നും നമ്മൾ രണ്ടാം കിടയല്ലെന്നും മൂന്നാം കിടയല്ലെന്നും ഒക്കെ നിരന്തരം തെളിയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും ജനാധിപത്യത്തെ ഒരു എത്തിച്ചേരേണ്ട അവസ്ഥയായി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിത്തീരേണ്ട ഒരവസ്ഥയായി കാണേണ്ടതുണ്ട്. കുടുംബങ്ങളിൽ അതിനുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. വ്യക്തി എന്നുള്ള നിലയിൽ ആ പരിഷ്കരണം ഉണ്ടാവേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ നിലയ്ക്ക് മുന്നേറാം എന്ന് കരുതുന്നു. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ വിഭാവനം ചെയ്തതുപോലെ ഇപ്പോൾ ജെൻഡറിലായിക്കോട്ടെ, കാസ്റ്റിലായിക്കോട്ടെ ഒരു ഹീറയാർക്കി ഇവിടെ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് നമുക്ക് ഒരു നോൺ ഹീറാർക്കിയൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഈ ജനാധിപത്യത്തിന് രൂപപ്പെടാൻ കഴിയുന്നില്ല? എവിടെയാണ് അതിന് തടസ്സം? നോൺ ഹൈറാർക്കിക്കലായിട്ടൊരു സ്റ്റേറ്റിനെ സങ്കല്പിക്കാൻ പറ്റുമോ എന്നുള്ളത് പൊളിറ്റിക്കൽ തിയറിസ്റ്റുകൾ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഡെഫിനറ്റ്ലി നോൺ ബ്രാഹ്മണിക്കലായിട്ടുള്ള, നോൺ പേട്രിയാർക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ മേ ബി നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. അതിവിടെ ഞങ്ങൾ നിരന്തരമായിട്ട്, എനിക്ക് നമ്മൾ 3 പേരും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജനാധിപത്യ മൂല്യങ്ങളുള്ളൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളുള്ളൊരു സൊസൈറ്റി നിർമ്മിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് അഴിച്ചു പണിയണം. അങ്ങനെ അഴിച്ചു പണിഞ്ഞാൽ മാത്രമേ ഓരോ ദിവസവും ഞാൻ ആം ഐ ബീയിങ് ഡെമോക്രാറ്റിക് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ സാധ്യമാകൂ. പക്ഷെ പലപ്പോഴും നമ്മളെ സ്മഗ്നെസ്സിലിരിക്കുകയാണല്ലോ. നമ്മുടെ ഐസൊലേറ്റഡ് ബബിളിനകത്ത് എനിക്ക് എത്രയൊക്കെ നേടാൻ പറ്റും, ഈ നിലനിൽക്കുന്ന സിസ്റ്റത്തിൻ്റെ ബെനിഫിഷ്യറിയായി, കൂടുതൽ ബെനിഫിഷ്യറിയായി എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങളിൽ ഏർപ്പെടുകയും നമ്മുടെ കുട്ടികളെ അതിന് ഏറ്റവും നല്ല രീതിക്ക് ഗ്രൂം ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ ഒരു രീതി അതുകൊണ്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന, റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പാരൻസ് ആയിട്ടിരിക്കുന്ന ഓരോ മനുഷ്യരുമാണ്. അപ്പം ഇത് നമ്മളെ റിഫോം ചെയ്യുകയും നമ്മുടെ കുട്ടികളെ റിഫോം ചെയ്യുകയും ചെയ്താൽ തന്നെ കുറേയൊക്കെ മാറ്റം വരും. ബട്ട് സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് വന്നാൽ, ഒരു നോളജ് സൊസൈറ്റിയിലേക്കുള്ളൊരു സിസ്റ്റമിക് ആയിട്ടുള്ള ഷിഫ്റ്റ് വന്നാൽ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകാൻ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി എങ്കിലും ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വേദിയിൽ ഞാൻ കയറി വരുമ്പോൾ കേൾക്കുന്നത്, മൈക്ക് പിടിച്ചു നിൽക്കുന്ന, എന്താണ് പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ കാർക്കശ്യത്തോടെ പറയുന്നുണ്ടായിരുന്നു, ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, വിഷയത്തിൽ ഊന്നി അല്ലാത്തതൊന്നും ഇവിടെ ചോദിക്കരുത് എന്ന് പറയുന്ന ശബ്ദത്തിൽ കാർക്കശ്യം അലട്ടിക്കൊണ്ടാണ് ഞാൻ ഈ ഹാളിലേക്ക് കയറിയിരിക്കുന്നത്. അത് നമ്മളെ തന്നെ അത് നമ്മളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നിടത്താണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരാളുടെ ടോക്ക് കഴിഞ്ഞാൽ വേറൊരാൾക്ക് അയാളുടെ അഭിപ്രായവും പറയാം. ചോദ്യങ്ങൾ മാത്രം, വിഷയത്തിലൂന്നി മാത്രം എന്ന് പറയുന്ന കാർക്കശ്യത്തിൽ തന്നെ നമ്മൾ ഈ പറയുന്ന അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ഏറ്റവും ഡെമോക്രാറ്റിക് ആണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇതുപോലൊരു സ്പേസിൽ പോലും അത് സാധ്യമല്ല എങ്കിൽ മാറ്റം തുടങ്ങേണ്ടത് നമ്മൾ ഓരോരുത്തരിൽ നിന്ന് തന്നെയാണ് എന്ന് തോന്നുന്നു. നമ്മൾ പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല, ദളിതുകൾക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന് നോക്കുക, ഈ സഭയിലേക്കൊന്ന് നോക്കുക, എത്ര സ്ത്രീകളുണ്ട്, എത്ര ദളിതുകളുണ്ട്. അപ്പോൾ മൈതാനത്തിൽ ഇറങ്ങി കളിക്കുന്നവനാണ് മെഡൽ കിട്ടുന്നത്.
മൈതാനത്തിൽ ഇറങ്ങാൻ തന്നെ തയ്യാറായല്ലാത്തൊരു വിഭാഗത്തിന് മെഡൽ കിട്ടിയില്ല എന്ന് വ്യാകുലപ്പെട്ടിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. വളരെ കാസിസ്റ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ നിലത്തിറങ്ങി കളിക്കാത്തതുകൊണ്ടല്ല, ഈ എയ്ഡഡ് മേഖലയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും സംവരണം കിട്ടാത്തത് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളില്ലാത്തതുകൊണ്ടാ? ആണോ? ഞാനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നിയമപരമായി പ്രാതിനിധ്യം ഉള്ളിടത്തല്ലാതെ എവിടെങ്കിലും SC/ST കണ്ടിട്ടുണ്ടോ? നിയമപരമായി പ്രാതിനിധ്യമുള്ള എഡ്യൂക്കേഷനിലോ നിയമസഭയിലോ തൊഴിലിടത്തോ അല്ലാതെ ഏതെങ്കിലും പട്ടികജാതിക്കാരനെ പട്ടികവർഗക്കാരനെ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല? അത് അവരുടെ കുറ്റമല്ല. അത് അവർക്കിറങ്ങി കളിക്കാൻ അറിയാത്തതുകൊണ്ടല്ല. അവർക്കിറങ്ങി കളിക്കാൻ അറിയത്തില്ല. താങ്കൾ ഉൾപ്പെടുന്ന, ഞാൻ ഉൾപ്പെടുന്ന സൊസൈറ്റി, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു നിർത്തുക. അതായത് ഇപ്പോഴും ഈ ആധുനിക ജനാധിപത്യ കാലത്തും നിയമപരമായി പ്രാതിനിധ്യമുള്ളിടത്തെ ആദിവാസികളോ ദലിതരോ സ്ത്രീകളോ ഉള്ളൂ. സ്വാഭാവികമായി ജീവിതക്രമം ഉള്ളിടത്ത് അവരില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന ഈ ജാതി അധികാരം തന്നെ നിലനിൽക്കുന്നതിൻ്റെ അർത്ഥം. നിയമപരമായി ഉള്ളിടത്ത് നടത്തിയില്ലെങ്കിൽ അവർക്ക് അത് ചോദ്യം ചെയ്യപ്പെടും. അത് ഈ പറഞ്ഞ പോലെ മറ്റേ മെറിറ്റ് വാദമാണിത്. കളിക്കാൻ അറിയാവുന്നവനും മെഡൽ വാങ്ങിക്കാനെന്ന് പറയും. അതൊന്നും ഇപ്പം നമ്മൾ എന്തായാലും എടുക്കാൻ തയ്യാറല്ല. ആ കാലമൊക്കെ പോയി. ഇത്രയും കാലവും ഇങ്ങനെ വിശ്വസിച്ച് ജീവിച്ചതിൽ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയാകുന്നു. അതുകൊണ്ടാണ് കൂടുതൽ മനുഷ്യർ കാണണം ഇങ്ങനെയുള്ള കേരളത്തിൽ ഇങ്ങനെയും ചിന്തിക്കുന്ന യുക്തിവാദികളുടെ ഇടയിലും ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ളത് ആൾക്കാർ അറിയേണ്ട ആവശ്യമാണ്. ഇത്രയും കാലം ഇങ്ങനെ ചിന്തിച്ച് ജീവിച്ചല്ലോ. അതായത് മെറിറ്റ്, മറ്റൊരു രീതിക്ക് പറഞ്ഞാൽ മെറിറ്റ് ഇല്ലാത്തത് കൊണ്ട്, ഇറങ്ങി കളിക്കാത്തതെന്നുള്ള ഐഡിയ അതല്ലേ, മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ദളിതരും സ്ത്രീകൾക്കും ഒന്നും പ്രാതിനിധ്യം കിട്ടാത്ത പോയത്. ഇൻക്ലൂഷൻ, കാരണം ഇങ്ങനെ ഇവരുടെ മുഖമൊക്കെ കാണണം ലോകം. അവരിങ്ങനെ അനോയമസ് ആയിട്ടിരുന്ന് ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴിയും ബാക്കിയുള്ള കാര്യം വഴിയും ഇരുന്ന് പറയുന്നതിനേക്കാളും അല്ല, ആ പബ്ലിക് ക്വസ്റ്റ്യൻ ആണ് ഞാൻ അതെ, അബ്സല്യൂട്ട്ലി. അതുകൊണ്ടാണ് ചേട്ടാ അങ്ങനെ ചോദിച്ചത്. അതെ, നമുക്ക് യാതൊരു വിധത്തിലുള്ള സംശയമില്ല, ചേട്ടൻ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചോദിച്ചത്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ, ഇങ്ങനെ സമ്മതിച്ചു തരില്ല, അത് വേറെ കാര്യം. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുകയും ഇത്രയും വർഷം ഈ ഒരു ബോധ്യത്തോടെ, അതായത് സ്ത്രീകൾ അബലകളായതുകൊണ്ടും ദളിതർക്ക് കഴിവില്ലാത്തത് കൊണ്ടും അവര് മത്സരങ്ങളിൽ ഇറങ്ങി കളിക്കാത്തത് കൊണ്ടുമാണ് അവർക്ക് പ്രാതിനിധ്യം കിട്ടാത്തതെന്ന് പറഞ്ഞ് ദളിതർക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ആവശ്യമുള്ള ഒരു കേരളത്തിൽ, ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിക്കാം. ഇവിടെ വന്നിരിക്കുന്ന ചേട്ടൻ ഉൾപ്പെടെ ഉള്ളവരിൽ എത്ര പേരാണ് സ്വന്തം തുണി അലക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? കുറച്ച് പേര്. എത്ര പേരാണ് എല്ലാ ദിവസവും ഭക്ഷണം തന്നെത്താനെ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നത്? എത്ര പേരാണ് തന്നെത്താനെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത് തൊട്ട് അവരെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് തൊട്ട് അവരെ സക്ലിംഗ് അല്ലാത്ത, അവരെ ബ്രസ്റ്റ് ഫീഡിങ് അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളുടെയും ചുമതല 100% ഉറപ്പോടെ പറയണം. എന്താണ്, ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുള്ള ഈക്വൽ ഡിവിഷൻ ഓഫ് ലേബർ, തത്തുല്യമായിട്ട് വീട്ടിലെ ചോർസ് ചെയ്യുന്ന എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? ഇതിനുള്ള ഒരു ആൻസർ ആണ് എന്തുകൊണ്ട് സ്ത്രീകളില്ല. അവരുടെ എല്ലാ പാർട്ട്നേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും. അല്ലല്ല, വൈഫ് വരാത്തതാണ് ഇവിടെ ഏറ്റവും വലിയ സത്യം. ഇതിനകത്ത് വൈഫ് വരാത്തതാണ് ഏറ്റവും വലിയ തെളിവ് ഇതില്. അത് വേറെ കാര്യം. ഇതൊരു പേഴ്സണൽ ക്വസ്റ്റ്യനും അല്ലല്ലോ. ഇത് സോഷ്യൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ അല്ല, സോഷ്യൽ റീപ്രൊഡക്ഷൻ. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥകളെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളെ ഊട്ടിയുറപ്പിക്കുക മാത്രമല്ല അതിനെ പുനരാവിഷ്കരിക്കുന്നതിൽ
പേട്രിയാർക്കി വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് കാസ്റ്റിന്റെ കാര്യത്തിലും പറയാം. സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളെ പുനരാവിഷ്കരിക്കുന്നതിൽ കാസ്റ്റ് വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഫ്രീ ലേബർ അല്ലെങ്കിൽ ഏറ്റവും തുച്ഛമായിട്ടുള്ള വേതനത്തിന് പണിയെടുക്കാനുള്ള ആൾക്കാർ മുഗൾ രാജ്യത്തിനും ആവശ്യമായിരുന്നു, ചോള സാമ്രാജ്യത്തിനും ആവശ്യമായിരുന്നു, ഇന്ത്യൻ സ്റ്റേറ്റിനും ആവശ്യമാണ്. അതുകൊണ്ട് കാസ്റ്റ് റീക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതിൻ്റെ വലിയ ആവശ്യമുണ്ട്. വലിയ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഒന്നും രണ്ടും അല്ല, മിനിമം 2500 വർഷം എഡ്യൂക്കേഷനിൽ നിന്ന് മാറ്റി നിർത്തും. കാരണം എഡ്യൂക്കേഷനിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ മാനുവൽ ലേബറിന് ആൾക്കാരുള്ളായിരിക്കും. ഇതേ കാര്യം സ്ത്രീകളുടെ കാര്യത്തിൽ ചെയ്യും. എഡ്യൂക്കേഷനിൽ നിന്ന് മാറ്റി നിർത്തും. എഡ്യൂക്കേഷനിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ വെളിയിൽ പണിക്ക് പോകാതെ ഇരിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ കുട്ടികളെ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും ആൾക്കാരുണ്ടായിരിക്കുള്ളൂ. 2500 വർഷങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ 2500 വർഷങ്ങൾ അല്ല, ബ്രോൺസ് ഏജ് സമയം തൊട്ടാണ്. 5000 വർഷങ്ങളാണ്. 5000 വർഷങ്ങളുടെ ഓപ്പറേഷന്റെ എതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഈ ചോദിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നുണ്ട്. കളത്തിലിറങ്ങി കളിക്കാത്ത എന്താണ്? ഏത് കളവാണ് സ്ത്രീക്കോ ദളിതനോ പറ്റിയ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് മത്സരമാണ് സ്ത്രീക്ക് പറ്റിയൊരു മത്സരമുള്ളത്, ദളിതന് പറ്റിയൊരു മത്സരമുള്ളത്? ഏത് റേസാണ് ഇവിടെ ഈക്വൽ ആയിട്ട് പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് അവസരം, ഏതെങ്കിലും ഒരവസരത്തിൻ്റെങ്കിലും കാര്യം പറയും. മനുഷ്യന് പറ്റിയ ഒരവസരങ്ങൾ ഈ ലോകത്ത് അങ്ങനെ എന്താണ്? ഇത് വളരെ ചിരിയാണ് വരുന്നത് പറയുമ്പോൾ. മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നത് ആരെയാണ്? മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഡീഫോൾട്ട് മെയിൽ വന്നു കഴിഞ്ഞു, സഹോദര അല്ലെങ്കിൽ ചേട്ടാ, അമ്മാവ വന്നു കഴിഞ്ഞു അവിടെ. അല്ലാതെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലയിൽ വരുന്ന ഇമേജ് ഒരു ദളിത് സ്ത്രീയുടെ ഇമേജ് അല്ല. ഒരു ദളിത് സ്ത്രീക്ക് 3 സൈക്കിൾസ് ഓഫ് വർക്കാണ്. ഡസൻ കണക്കിന് ലേഖനങ്ങളുണ്ട്. 3 സൈക്കിൾസ് ഓഫ് വർക്കാണ്. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണം, സാനിറ്റേഷൻ വർക്കിന്റെ എല്ലാ ജോലിയും ചെയ്യണം, അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്ന ജോലി അനുസരിച്ചുള്ള സകല ജോലികളും ചെയ്യണം. അതിനോടൊപ്പം കാസ്റ്റിന്റെ എല്ലാ ബർഡനും ബെയർ ചെയ്യണം. അങ്ങനെ മിനിമം 3 സൈക്കിൾസ് ഓഫ് വർക്ക് ഇതിലൂടെ പോകുന്ന ഒരു ദളിത് സ്ത്രീക്ക് നിങ്ങളുടെ പൊളിറ്റിക്കൽ മത്സരങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് മത്സരങ്ങളിലോ പങ്കെടുക്കാനുള്ള സമയം എവിടെ എന്നുള്ളൊരു ചോദ്യം ആൻസർ ചെയ്യേണ്ടി വരും. എനർജി എവിടെ, എഫേർട്ട് എവിടെ എന്നുള്ള ചോദ്യം ആദ്യം നമുക്ക് ആൻസർ ചെയ്താൽ മാത്രമേ നിങ്ങൾ പറഞ്ഞ ഈ ഇറങ്ങി കളിക്കുക സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ലോജിക്ക് കൊളോണിയൽ ബ്രാഹ്മണിക്കൽ ലോജിക്കാണെന്ന് മിനിമം മനസ്സിലാക്കാൻ പറ്റണം. ഇത് അത്രയും നോർമലൈസ് ചെയ്തു പോയ ലോജിക്കും കൂടെയാണ്. കാരണം എന്താ, ഇത് നിരന്തരമായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ജോത്കയുടെ വർക്കുണ്ട്, സുരേന്ദർ ജോത്കയുടെ വർക്കുണ്ട്, അംബേദ്കറിന്റെ വർക്കുണ്ട്, സോയ ഹസന്റെ വർക്കുണ്ട്. ഇങ്ങനെ നിരന്തര വർക്കുകൾ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മെറിറ്റ് എന്ന് പറയുന്നത് ബ്രാഹ്മണിക് ബനിയ മെറിറ്റായി മാറിപ്പോയത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ പ്രോപ്പർട്ടി ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ വേണ്ട സ്ഥലങ്ങളിലേക്ക്, ഇത് പറയണമെങ്കിൽ വലിയ റിസർച്ച് പോയിന്റ്സ് പറയേണ്ടി വരും. പക്ഷെ അത് ചെറുതാക്കി പറയാനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ക്വാളിഫയേഴ്സ് വെക്കുന്ന സ്ഥലങ്ങളിൽ ദളിത് മനുഷ്യരോ സ്ത്രീ മനുഷ്യരോ എത്താത്തത് എന്നുള്ളതിന് ചരിത്രപരമായും സാമൂഹ്യപരമായിട്ട് ഉള്ള റീസൺസ് ഉണ്ട്. ഇതിനെ നമുക്ക് കാച്ചു കുറുക്കി പറയാൻ പറ്റുന്ന കാര്യമാണ് 2500 വർഷത്തിൻ്റെ എക്സ്ക്ലൂഷൻ. ഈ ഒരു ലാസ്റ്റ് ഒരു 75 years ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ 75 years, ആ ഒരു ഫ്രീഡമേ അൺഫ്രീഡമാണ്. ആ അൺഫ്രീഡത്തിൻ്റെ 75 years കൊണ്ട് ലഘൂകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് മാറ്റുകയോ ചെയ്യപ്പെടുകയില്ല. ഈ മെറിറ്റ് വാദം ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് ബ്രാഹ്മണിക്കൽ ലോജിക്കിനെ, കൊളോണിയൽ ലോജിക്കിനെ ഊട്ടിയുറപ്പിക്കുന്നതാണെന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും. ഹലോ, നമ്മൾ ഈ പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ചാണല്ലോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്ററി ജനാധിപത്യം അല്ലാതെ മറ്റൊരു ജനാധിപത്യം സാധ്യമാണോ? അതാണെങ്കിൽ എങ്ങനെയായിരിക്കും?
ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഈ ഒരു രാഷ്ട്രത്തിനകത്തുള്ള മനുഷ്യരുടെ അവരുടെ ജീവിത നിലവാരത്തെ, അവരിലുള്ള അസമത്വത്തെ ഇല്ലാതാക്കുന്ന, അവരിലുള്ള സ്വാതന്ത്ര്യത്തെ കൂട്ടുന്ന, അവർക്ക് അന്തസ്സായി ജീവിക്കാൻ പറ്റുന്ന, അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം, അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം കൂട്ടുന്ന, അവന് എല്ലാ മനുഷ്യർക്കും തുല്യമായി സ്വാതന്ത്ര്യവും സമത്വവും അനുഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, ആ ഒരു സാമൂഹിക ക്രമമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം. അതിന് ഇന്ന് പലതരം ഫോമുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. സ്വേച്ഛാധിപത്യം ഉണ്ടായിട്ടുണ്ട്, ഫ്യൂഡലിസം ഉണ്ടായിട്ടുണ്ട്, ഈ പറയുന്ന സായുധ വിപ്ലവം നടത്തിയ സർക്കാരുകളുണ്ട്, പല ഫോമുകളുണ്ട്. അതിൽ ഇന്ന് ലോകത്ത് വന്നതിലുള്ള ഫോമുകളിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നൊരു ഫോമാണ് ഈ പാർലമെൻ്ററി ജനാധിപത്യം. അതായത് ഈ ജീവിതക്രമത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്, ആ മെച്ചപ്പെടുത്തുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പാർലമെൻ്ററി ജനാധിപത്യമല്ല, ആ മെച്ചപ്പെടുത്തുന്നുണ്ടായിട്ടുള്ള ഫോമാണ്, ഭരണകൂടത്തിൻ്റെ ഫോമാണ് പാർലമെൻ്ററി ജനാധിപത്യം. പാർലമെൻ്ററി ജനാധിപത്യമല്ല ജനാധിപത്യം. ഇതിനകത്തിപ്പം ഡോക്ടർ അംബേദ്കർ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ആനിഹിലേഷൻ ഓഫ് കാസ്റ്റിനകത്ത് പറയുന്നുണ്ട്, സോഷ്യൽ ഡെമോക്രസിയും എക്കണോമിക് ഡെമോക്രസിയും അത് നടപ്പിലാകുന്നില്ല എങ്കിൽ, നിലനിൽക്കുന്നില്ല എങ്കിൽ മാഷ് പറഞ്ഞ പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുകയില്ലെന്ന്. കാര്യം ഈ സ്വത്തിലും വിഭവത്തിലും എല്ലാം മനുഷ്യർക്കും തുല്യമായിട്ടുള്ള അധികാരവും പങ്കാളിത്തവും ഉണ്ടാകുമ്പോഴാണ് അവർക്ക് അന്തസ്സാർന്ന ജീവിതം വരുന്നത്. എനിക്ക് തുല്യമാണെന്ന് തോന്നുമ്പോഴാണ് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്, സാഹോദര്യം ഉണ്ടാകുന്നത്. ഈ സ്വാതന്ത്ര്യം എപ്പോഴാണ് രൂപപ്പെടുന്നത്? ഇപ്പം അമർത്യാസെൻ്റെ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ബുക്കുണ്ട്. അതിനകത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ നിരീക്ഷണമുണ്ട്. അവനവൻ്റെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, പട്ടിണികൾ ഒക്കെ മാറ്റാൻ പറ്റുന്ന അവൻ്റെ അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ അവസ്ഥയെ, ഇതിൻ്റെ ഘടനാപരമായി മാറ്റാൻ പറ്റുന്ന ഈ ജനാധിപത്യം, അതിനെ മാറ്റാൻ വേണ്ടിയുള്ളൊരു ഭരണകൂട രൂപം മാത്രമാണ് ഈ പാർലമെൻ്ററി ജനാധിപത്യം. പക്ഷെ നമ്മൾ തെറ്റായി ഇപ്പോൾ ധരിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഈ പാർലമെൻ്ററി ജനാധിപത്യമാണ് ജനാധിപത്യം എന്ന് പറയുകയും നമ്മൾ ഈ പറയുന്ന മനുഷ്യൻ്റെ സമത്വം, നീതി, സാഹോദര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുകടയും ചെയ്തു. ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ ശ്രമിച്ചൊരു കാര്യം ഇതാണ്. നമ്മൾ ഈ ജനാധിപത്യത്തെ വിടുകയും പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യവും പ്രശ്നമാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. അത് അമർത്യാസെന്നിൻ്റെ വളരെ നല്ലൊരു കോട്ടുണ്ട്. അതായത് ജനാധിപത്യത്തിലും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു ദരിദ്ര രാജ്യത്തിന് താങ്ങാവുന്നപ്പുറത്തുള്ള ഒരു ആഡംബരമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടൊരു കോട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വത്തിലോ വിഭവങ്ങളിലോ അവൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു എക്കണോമിക് ഡെമോക്രസി ഒരു സാമ്പത്തിക ജനാധിപത്യം നിലനിൽക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ ജനാധിപത്യം, ഈ പറയുന്ന പാർലമെൻ്ററി ജനാധിപത്യവും ഈ പറയുന്ന നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യവും നിലനിൽക്കില്ല. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സ്ത്രീകൾക്ക്, മറ്റ് സാമൂഹിക വിഭാഗങ്ങൾക്ക്, ദലിതർക്ക്, ആദിവാസികൾക്ക്, നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ മനുഷ്യർ, കാശ്മീരിലെ മനുഷ്യർ, പഞ്ചാബിലെ മനുഷ്യർ, വ്യത്യസ്ത ഭാഷാ ന്യൂനപക്ഷങ്ങൾ, ഇവർക്കൊക്കെ ഒരേപോലെ പങ്കാളിത്തവും അധികാരവും വിഭവത്തിൽ സ്വത്തുടമസ്ഥതയും അന്തസ്സുമുള്ള ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സാമൂഹ്യാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കും. ആ രൂപപ്പെടുത്തുന്നതാണ് ജനാധിപത്യം. പാർലമെൻ്ററി ജനാധിപത്യമല്ല, അത് അതിൻ്റെ ഒരു ഫോം മാത്രമാണ്. അതിനൊരു ഒറ്റ ഒരു വാക്ക് മാത്രം പറഞ്ഞോട്ടെ. തുടക്കത്തിൽ പറഞ്ഞതാണ് 76 വർഷത്തെ നമ്മുടെ ജനാധിപത്യ ജീവിതവും 18 പൊതു തിരഞ്ഞെടുപ്പുകളും ആണ് നമ്മുടെ ജനാധിപത്യത്തെ നിർണയിക്കുന്നത് എങ്കിൽ അന്നും ഇന്നും ഒരുപോലെ ജനാധിപത്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും എന്ന സിമ്പിൾ ലോജിക്കിൽ നമുക്ക് മനസ്സിലാക്കാം. തെരഞ്ഞെടുപ്പ്, പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായ നടപടിക്രമങ്ങളാണ്. ജനാധിപത്യത്തിൻ്റെ അന്തസത്ത അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഓക്കെ, എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ പിറകിലുള്ള സ്ലൈഡ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ആ സ്ലൈഡിൽ പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം നെഹ്റു മുതൽ മോദി വരെ എന്നാണ്. അതൊരു പൊളിറ്റിക്കൽ ഡെഫിനിഷനാണ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യയിലെ ജനാധിപത്യം തെരഞ്ഞെടുപ്പുകളിലൂടെ എന്നാണ് ഞാൻ അതിനെ വായിച്ചത്. നെഹ്റു മുതൽ മോദി വരെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം തെരഞ്ഞെടുപ്പുകളിലൂടെ എന്നാണ് ഞാനതിനെ വായിച്ചത്. ഇതിൻ്റെ ബ്രോഷർ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ആ അവസ്ഥയിലേക്ക് ഈ ചർച്ച
നിങ്ങളിലോ ഈ സദസ്സിലോ വളർന്നോ എന്ന കാര്യത്തിലുള്ള സംശയമാണ് ഞാൻ ഉന്നയിക്കുന്നത്. എന്താണ് ജനാധിപത്യത്തിന് സംഭവിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും വെച്ചിരിക്കുന്ന കണ്ണടയിലൂടെ നാം ജനത്തെ കാണുമ്പോൾ നമുക്ക് എന്താണോ തോന്നുന്നത് ആ തോന്നലിനനുസരിച്ച് ഒരു പ്രതലത്തിൽ പെരുമാറാൻ ശ്രമിക്കുമ്പോഴാണ് ജനാധിപത്യത്തിന് വീഴ്ചകൾ സംഭവിക്കുന്നത്, വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ജനാധിപത്യം നെഹ്റു മുതൽ മോദി വരെ എന്ന ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇതുവരെ വെച്ചിരുന്ന കണ്ണടകൾ, പറയട്ടെ സാർ, നിങ്ങൾ ഇതുവരെ വെച്ചിരുന്ന കണ്ണടകൾ മാറ്റാതെ നിങ്ങൾ ആ വിഷയത്തിനെ കണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഈ വേദി നേരിടുന്ന പ്രതിസന്ധി. ജനാധിപത്യം, ഞാൻ ഈ ചർച്ച ആരംഭിച്ച കെ സന്തോഷ് കുമാർ പറഞ്ഞൊരു സംഭവമുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആയിട്ടുള്ള കാഴ്ചപ്പാടാണ്. അതൊരിക്കലും ഒരു പ്രാക്ടിക്കൽ തലത്തിൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ എത്തിക്കൊള്ളണം എന്നില്ല. പൂർണ്ണാർത്ഥത്തിൽ എത്താതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ഐഡിയലായിട്ടുള്ള ആദർശത്തോട് നാം കാണിക്കുന്ന വിമുഖതയാണ്, അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ തോന്നാത്ത ഒന്നാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. സമയക്കുറവുണ്ട് എന്ന് എനിക്കറിയാം. ഈ കയ്യടി കൂടി കേട്ടതുകൊണ്ട് ഇത് പറയാതെ ഇവിടുന്ന് ഇറങ്ങുന്നത് മര്യാദയുമാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് മൈക്ക് കയ്യിലെടുക്കുന്നത്. സാറിൻ്റെ നിലവാരത്തിലുള്ള ആ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് സാറിന് തോന്നിയതെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നവരല്ല ഈ പാനലിലിരിക്കുന്ന ആരും. നിങ്ങൾ പറഞ്ഞ ആ രാഷ്ട്രീയം ഉണ്ടല്ലോ, നെഹ്റു മുതൽ മോദി വരെ, ടോപ്പിക് എന്നെ വിളിച്ച് പറഞ്ഞ ആളോടും ഞാൻ പറഞ്ഞിരുന്നു, ഈ നെഹ്റു മുതൽ മോദി വരെ എന്ന് പറഞ്ഞ നിങ്ങളുടെ രാഷ്ട്രീയം, മീനിങ് ദ മെയിൻ സ്ട്രീം പൊളിറ്റിക്സ് എന്ന് പറയുന്ന ചർച്ചയ്ക്ക് നിങ്ങൾക്ക് സംസാരിക്കാം, കയ്യടി വാങ്ങാം. പക്ഷെ ഞങ്ങളിവിടെ വന്നത് ഇവിടെ ഓണം പിറന്നാലും മറ്റേത് വന്നാലും കോരയ്ക്ക് കുമ്പിളിൽ കഞ്ഞി തന്നെ ഉള്ളൂ എന്നുള്ള പൂർണ്ണ തിരിച്ചറിവിൽ അതിവിടെ പറയേണ്ടതുണ്ട്. അത് നെഹ്റു ആയാലും അതെ, അന്ന് 4% പാർലമെൻറ്റിലെങ്കിൽ ഇന്ന് 14% ഉണ്ട്. അത് ടോക്കണിസമാണ്, പുരോഗമനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നും ഈ പറയുന്ന ഇപ്പം നമ്മൾ തള്ളിപ്പറയുന്ന ഫാസിസം എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ച് നെഹ്റു ഭരിച്ചാലും മോദി ഭരിച്ചാലും ഒരേപോലെ ഒരേ ഡോസിൽ നിങ്ങളുടെ ആഗ്രഹത്തിലുള്ള ഭക്ഷണം അതാണ് വീട്ടിലുണ്ടാക്കപ്പെടുന്ന ഭക്ഷണം. നമുക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മാറ്റിയത്, ചില ആൾക്കാരുടെ പുസ്തകങ്ങൾ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ പറഞ്ഞപ്പോൾ ഇതേപോലെ മുറവിളി കൂട്ടിയ ഇവിടുത്തെ കേരളത്തിലെ ജനതയെ എനിക്കറിയാം. ഇവിടെ നമ്മൾ പെരുമാൾ മുരുകൻ്റെ 3 പേജ് ഇതിൻ്റെ മീശ എന്ന് പറയുന്ന നോവലിലെ പേജ് ഇവർ തന്നെയാണ് കുലപതി എന്ന് വിളിച്ചുകൊണ്ട് ശ്രീ MT വാസുദേവൻ നായരെ അരിയിട്ട് വാഴിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നോവൽ 3ാമത്തെ ചാപ്റ്റർ എഴുതി കഴിഞ്ഞപ്പോൾ ഇനി ഈ നോവൽ മുന്നോട്ട് പബ്ലിഷ് ചെയ്യരുത് എന്ന് പത്രാധിപർക്ക് കത്തെഴുതിയിട്ടുണ്ട്. കത്ത് പത്രാധിപർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹിയർസേ അല്ല, അവരെ അംഗീകരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയത്തെ കുറിച്ചാണ് സാർ ഈ പറഞ്ഞതെങ്കിൽ സോറി, സാറിനെ ഡിസപ്പോയിൻ്റ് ചെയ്തതിൽ ഞാൻ ഒട്ടും എപ്പോളജറ്റിക് അല്ല. കാരണം ആ രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. മറുത്ത് അതേ പാതി ഈ ആകാശത്തിനും ഭൂമിക്കും അവകാശികളായിട്ടുള്ള ആൾക്കാർ കൂടെ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നതും ഈ സമയം ചെലവഴിച്ചതും. സാറിനത് കൊണ്ടുപോയെങ്കിൽ എൻ്റെ ദൗത്യം വിജയിച്ചു എന്നുള്ള ഒരു സമ്പൂർണ്ണ തൃപ്തിയോടെ എനിക്കിവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യാം. കാരണം ഐ ഡോണ്ട് ബിലോങ് ടു യുവർ റിപ്പബ്ലിക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തൃപ്തിയോടും കൂടെ ഈ ഇവിടെ വന്നതും സംസാരിക്കാൻ പറ്റിയതും വലിയ കാര്യമായി ഇപ്പോൾ ഞാൻ സ്വയം വിചാരിക്കുന്നു. ആ വിഷയം സംസാരിക്കാൻ ഒരു മടിയില്ല. നിങ്ങളൊരു 15 മിനിറ്റ് തന്നാൽ വേണമെങ്കിൽ നമ്മൾ പറയുകയും ചെയ്യാം. ഈ 47 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം തൊട്ട് ഈ 49 അധികാരത്തിൽ വരുന്ന 52 ആദ്യത്തെ ഈ പറയുന്ന ഇലക്ഷൻ ഫസ്റ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 52 മുതൽ ഈ പറയുന്ന 48 യുദ്ധമാണെങ്കിലും 62 യുദ്ധമാണെങ്കിലും 65 യുദ്ധമാണെന്നുണ്ടെങ്കിലും ഈ 70 ഇന്ത്യക്കകത്തുണ്ടായ ഈ പറയുന്ന നക്സലൈറ്റ് സംഘർഷങ്ങളാണെങ്കിലും ഈ പറയുന്ന 80 പഞ്ചാബിൽ നടന്ന ഖാലിസ്ഥാൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും 89 തുടങ്ങുന്ന കാശ്മീരിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ഈ 80 തുടങ്ങിയ മിസോറാമിൻ്റെ നാഗാലാൻഡ് ഉൾപ്പെടെയുള്ള ഈ നോർത്ത് ഈസ്റ്റ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും ഈ 84 ഈ ഇന്ത്യയുടെ ഏറ്റവും ശക്തിയായിട്ടുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകങ്ങൾ ഉൾപ്പെടെ
ഈ 90കളുടെ മണ്ഡലും അതിനുശേഷം വന്ന ബാബറി മസ്ജിദിൻ്റെ തകർക്കലും തൊട്ട് ഈ മോദിയുടെ വിഷയം വരെ നമുക്ക് സംസാരിക്കാൻ ഒരു മടിയില്ല, അതിനകത്ത് അവ്യക്തതയില്ല. ഇതല്ല അതിൻ്റെ പ്രശ്നം എന്നുള്ളത്. അതായത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയാൻ ശ്രമിച്ചൊരു കാര്യം, നമ്മൾ വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥാനത്തിനകത്ത്, ഈ കുറ്റിക്കകത്ത് കിടന്ന കറങ്ങുന്നത്. നിങ്ങൾ ഈ കുറ്റിക്കകത്ത് കിടന്ന് കറങ്ങിയാൽ നിങ്ങളിപ്പോൾ ഈ അഭിമുഖീകരിക്കുന്ന ഈ ഹിന്ദുത്വം, ഫാസിസം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മൾ വിളറി പിടിക്കുന്നില്ലേ? ഇതിന് പരിഹാരമുണ്ടാക്കാൻ ഇതെന്നല്ല, ഈ ഇപ്പം നമ്മൾ നേരിടുന്ന ഈ ഫാസിസം, ഹിന്ദുത്വം ഉൾപ്പെടെയുള്ള ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. ആ പറ്റില്ല എന്നുള്ള നമ്മുടെ ബോധ്യമാണ് നമുക്ക് ജനാധിപത്യത്തിൻ്റെ റൂട്ട് ലെവലിൽ പോയി അതിനോട് ചർച്ച ചെയ്യണമെന്നുള്ള നമ്മുടെ ബോധ്യമാണ് നമ്മൾ വ്യക്തിപരമായി എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്നെക്കൊണ്ട് ഈ സ്ഥലത്തിൽ സംസാരിപ്പിക്കുന്നത്. അതല്ലാതെ ഈ ഒരു വിഷയത്തിനോട് സംസാരിക്കാനായിട്ട് എൻഗേജ് ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ഭയവും ഇല്ല, ഒരു അവ്യക്തതയില്ല. ഇപ്പൊ നിങ്ങൾ കേൾക്കാൻ വന്നത് മാത്രം കേൾക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാൽ പോരെ? നിങ്ങൾ കേൾക്കാൻ വന്നത് നെഹ്റുവിൻ്റെ കുറേ പ്രകീർത്തനങ്ങളും മോഡി വിരുദ്ധമായിട്ടുള്ള കുറേ ഐഡിയാസും ആണെങ്കിൽ അതൊന്ന് പറഞ്ഞു തീർന്നോട്ടെ സഹോദര. നിങ്ങൾ എഴുതി തന്ന് വായിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. ഇല്ല, ഒരു മിനിറ്റ് ഇല്ല, ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. അല്ല, ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ചിട്ട് ചേട്ടന് പറയാം. അത്രയും ജനാധിപത്യം കാണിക്കൂ. ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ചിട്ട് ചേട്ടന് സംസാരിക്കാം. ഇതെന്താണെന്നറിയാവോ? ജനാധിപത്യം എന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രം എൻഗേജ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ കേവലം ഉപരിപ്ലവമായിട്ടുള്ള പോളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഐഡിയ മാത്രമാണ് ജനാധിപത്യം എന്ന് വിചാരിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ റെസ്പോൺസ് വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇന്ന ലീഡറിനെ നോക്കിയിട്ട് അദ്ദേഹം ഫാസിസ്റ്റ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്ത പാർട്ടി മാത്രം ഫാസിസ്റ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഫാസിസത്തിന് ആഴമേറിയ വേരുകൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലാർജർ ഫാസിസത്തിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇലക്ടറൽ പറഞ്ഞു തീർന്നോട്ടെ എന്തുകൊണ്ടാണ് എലക്റ്റഡ് ഡെമോക്രസിയാണ് എലക്റ്റഡ് ഡെമോക്രസി വഴി ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയിൽ വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഫാസിസ്റ്റുകൾ ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇടപെടുന്നത്. ഇത്തരത്തിലുള്ള ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ചർച്ചയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അടുത്തൊരു പരിപാടി കൂടി നടക്കാനുള്ളതാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പാനലിസ്റ്റുകൾ കൃത്യമായി സംസാരിച്ചു കഴിഞ്ഞു. ഇത് ഒച്ച വയ്ക്കാനുള്ള ഒരു വേദിയായി കരുതേണ്ടതില്ല, ദയവ് ചെയ്ത് കരുതേണ്ടതില്ല. ഇത്രയും നേരം സമാധാനപരമായി ജനാധിപത്യപരമായി കേട്ടിരുന്നവർക്ക് നന്ദി.